നമ്മൾ നീമ താങ്കളുടെ കാമുകിയാണ് അലിൻ ജോസ് പെരേര. ഞാൻ എപ്പോഴും എയറിലാവണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ ആയിട്ടൊരു ചോദ്യമാണ്. ഓക്കെ, ശരിക്കും ഒരു പൊട്ടനാണോ? ആണോ? എല്ലാവർക്കും ഒരു ചെറിയൊരു വട്ടം ഉണ്ടാവുമല്ലോ. എന്ത് പറ്റി? നീലക്കുയിലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി? പ്രശ്നമൊന്നുമില്ല, എന്നാലും പുള്ളി പലപ്പോഴും എടുക്കാറുണ്ട്. അവരുടെയൊക്കെ ചാനലൊക്കെ വളർന്നുകൊണ്ടായിരിക്കാം. അതാരാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അലിൻ തന്നെ? അല്ലല്ല, 3 പേരുണ്ട് വർക്ക് ചെയ്യാൻ. ആരൊക്കെയാണ്? പെർ ഡേ ഇത്ര പേയ്മെന്റ് വെച്ച് മേടിക്കും. അലിൻ കാശ് കൊടുത്ത് നടത്തുന്ന ചാനലാണ് അഭിലാഷിന് എന്തിനാണ് കൊണ്ടെടുക്കുന്നത്? അഭിലാഷ് താങ്കളൊരു പക്ക ഒരു കോമലയായിട്ട് ചിത്രീകരിക്കുന്ന പോലെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും ശ്രീലക്ഷ്മിയോട് കാണിച്ചോ? അങ്ങനെ ഇല്ല, നമ്മള് മോശമായിട്ടൊന്നും സംസാരിക്കാറ് ഒന്നുമില്ല. പിന്നെ നീലക്കുയില് മോശമായിട്ട് ചോദ്യം ചോദിച്ചിരുന്നു. അലിൻ ജോസനായിട്ട് ഇന്നലെ എന്തെങ്കിലും നടന്നോന്നൊക്കെ പറഞ്ഞ് മോശമായിട്ട് ചോദിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള തർക്കം ഉണ്ടായിരുന്നു. സത്യത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒന്നും പറയല്ലേ. ഒരാള് ക്യാൻസർ പറഞ്ഞ സ്ഥിതിക്ക് ആറാട്ടനും അലിനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ തമ്മിൽ ഈഗോ ഉണ്ട്. എന്തിന്റെ പേരില്? പുള്ളിക്കാണ് ഈഗോ. പുള്ളിക്ക് ഈഗോ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞാൽ പുള്ളി നടക്കണം. ഞാനും ആറാട്ടനും ബസ്സിൽ വേറൊരു പ്രൊഫറുണ്ട് പുതിയതായിട്ട്, പേര് പറയുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ബസ്സിലൊരു അപ്പൂപ്പനായിട്ട് ഇങ്ങനെ ലൈവ് എടുത്തിട്ട് ഇതിങ്ങനെയൊക്കെ ഒരു നോക്കിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. അലിൻ ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ അലിനെ മറ്റുള്ള സ്ത്രീകൾ വന്ന് മുട്ടുന്നു. ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് പോവുക. എന്തിനാണ് വെറുതെ കിട്ടുമൊക്കെ ആയിരിക്കും. ഇത് ട്രൈ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ മീഡിയ ഒറിജിനൽസ്. ദിസ് ഇസ് ആർജി കിരൺ വിത്ത് യു. ഇന്ന് നമ്മുടെ കൂടെ ഒരു സൂപ്പർ ഡൂപ്പർ ഒരു ഇൻഫ്ലുവൻസർ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ആക്ടർ. എവിടെ ചെന്നാലും ഇദ്ദേഹത്തിൻ്റെ ഫേസ് കാണാതെ നമുക്ക് പോരാൻ പറ്റില്ല. സിനിമയ്ക്ക് പോയാൽ അവിടെ ഉണ്ടാവും, മരണ വീട്ടിൽ പോയാൽ അവിടെ ഉണ്ടാവും, കല്യാണത്തിന് പോയാൽ അവിടെ ഉണ്ടാവും, ഇനാഗ്രേഷന് പോയാൽ അവിടെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അവിടെ ഈ വ്യക്തി ഉണ്ടാവും. വൺ ആൻഡ് ഓൺലി അലിൻ ജോസ് പെരേരയാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. അലിൻ, വെൽക്കം ടു അവർ ഷോ. ഹായ്, നമസ്കാരം. എൻ്റെ അലിൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ആളും ഒരു ആക്ട്രസ്സാണ്, ഒരു മോഡലാണ്, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ആൻഡ് മോർ ദാൻ അലിൻ്റെ ഒരു കൂട്ടുകാരി കൂടിയാണ് നിമ. വെൽക്കം ടു അവർ ഷോ. എന്താണ് അലിനെ, 2026 എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ട്. തുടങ്ങിയിട്ടുള്ളൂ, പുതിയ പദ്ധതികൾ ആലോചിക്കുന്നുണ്ട്. നിമേനെ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. നിമേനെ റീസെൻ്റ്ലി ഞാൻ ശ്രദ്ധിച്ചത് ഉപ്പുമുളകിൽ ആ സീരിയലിൽ പുതിയ എപ്പിസോഡ്സിൽ നിമയുടെ ഫേസ് കണ്ടിരുന്നു. ഇത്ര നാൾ എവിടെയായിരുന്നു? ഞാനൊരു 8 years ആയിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. പിന്നെ യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് വ്ളോഗിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് അലിൻ്റെ കൂടെയാണ്. അലിൻ ജോസ് പെരേര AGPയുടെ കൂടെയാണ് കണ്ടിട്ടുള്ളത്. AGPയുടെ കൂടെയാണ് ഇപ്പോൾ ഷൂട്ട്സിനൊക്കെ വിളിക്കുമ്പോൾ പോകാറുണ്ട്. AGPയുടെ ഒരു മേക്ക് ഓവർ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെ, അതിൻ്റെ മായാമോഹിനിയുടെ ഒരു ഗെറ്റപ്പിൽ അലിനെ ഒരു സുന്ദരിയാക്കിയത് നിമയാണ്. നിമ എങ്ങനെ, എത്ര സമയം എടുത്തത് ചെയ്തെടുക്കാനായിട്ട്? സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് സംഭവം തീർത്തു. ആളെൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇടയ്ക്ക് എന്നെ കോൺടാക്ട് ചെയ്യുമായിരുന്നു മേക്കപ്പ് വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ അമരേന്ദ്രൻ ആ ഒരു ഷോർട്ട് ഫിലിമിലേക്കാണ് ആദ്യം എന്നോട് മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലടാ, ഞാൻ ബ്രൈഡൽസ് മാത്രം ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്കിങ്ങനെ പെൺവേഷം കിട്ടണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പെൺവേഷം? ജാസിനെ തോൽപ്പിക്കാനാണോ? അല്ലല്ല, നമുക്കൊരു ചേഞ്ചസ്. ജാസി വേറൊരു ലോകമല്ലേ നമ്മുടെ നാട്ടിലെ ലോകം. ജാസി ഒരു വേറെ ലോകം തന്നെയാണ്. അലിനും വേറൊരു ലോകം തന്നെയാണ്. എന്തുകൊണ്ടാണ് യൂണിവേഴ്സ് അങ്ങനെ? അപ്പോൾ ആ യൂണിവേഴ്സിൽ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ വേഷം ചെയ്യണമെന്ന് തോന്നിയത്? നമുക്കൊരു കോൺഫിഡൻസ്, നമുക്കൊരു ആണ് പെണ്ണായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചേഞ്ചസ്. അങ്ങനെ നമുക്കത് ആ ഒരു വേഷം ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നുമല്ല, അതായത് അതിൽ ജീവിക്കുന്നൊന്നുമില്ല. ചിലർ പറഞ്ഞു പരത്തിനടി പോയി വേറെ എവിടെയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതെ, അങ്ങനെ ഒരു ഗെറ്റപ്പ് ചെയ്തപ്പോൾ അലിനെ എന്തൊക്കെയാണ് ഫേസ് ചെയ്തത്? എന്തെങ്കിലും ആൾക്കാർ സ്വാഭാവികമായിട്ട് ചോദിച്ചിട്ടുണ്ടോ, നിന്റെ പുതിയ പണിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, പക്ഷെ പുള്ളിക്കാരത്തി കൂടുതലും മേക്കപ്പ് ചെയ്തെങ്കിലും നമ്മളപ്പം ആ ഒരു ലുക്കിലും നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കാനും ഒക്കെ നിന്നും അങ്ങനെ ഒരു ആരും മറ്റുള്ളവർ ചെയ്യാൻ പറ്റില്ലെന്നല്ല. ചില പെൺകുട്ടികൾ ഒരു ആൺകുട്ടി പെണ്ണായി കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാനല്ല, ഒരു റീലിൽ പോലും അക്സെപ്റ്റ് ചെയ്യാനും പ്രയാസപ്പെടും. പക്ഷെ അത് കുട്ടി അങ്ങനെ ഓക്കെ ആയി. എല്ലാ വീഡിയോയിലും നിന്നു. എല്ലാ വീഡിയോയിലും പുള്ളി ഒരു 2-3 മില്യൺ
വ്യൂസ് ആയിരുന്നു. ട്രോളൊന്നും വന്നില്ല, എപ്പോഴും ട്രോളിന് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത് അലിൻ ജോസ് പെരേര എവിടെ ചെന്നാലും ട്രോളിന്റെ അങ്ങേയറ്റാണ്. പക്ഷേ ഈ കുട്ടിയായിട്ട് ചെയ്തപ്പോൾ ഒരു ട്രോൾ പോലും കേട്ടോ. അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ടാണോ അലിൻ ഇങ്ങനെ ചെയ്യുന്നത്? അല്ല, വരുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുക്കർ ഷോയിൽ തന്നെ ഒരുപാട് കോമഡീസ് ഉണ്ടായിരുന്നു, പക്ഷെ വലിയൊരു ട്രോളൊന്നും ഒന്നുമില്ലായിരുന്നു. വീഡിയോസ് നിമേനെ മാറ്റി നിർത്തും. ഞാൻ അലിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, അലിൻ ജോസ് പെരേര ഞാൻ എപ്പോഴും എയറിലാവണമെന്ന് ചിന്തിച്ചുകൊണ്ടാണോ ഓരോന്ന് ചെയ്യുന്നത്? എൻ്റെ പേഴ്സണൽ ആയിട്ടൊരു ചോദ്യമാണ്. ആളങ്ങനെയാണ് ആക്ച്വലി. ഓക്കെ, അങ്ങനെയാണ്, ആളുടെ ക്യാരക്ടറാണ് അത്. ആള് ആക്ട് ചെയ്യുന്നതല്ല. ഇപ്പൊ പല ആളുകൾ ഇപ്പൊ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ അങ്ങനെയാണോ ശരിക്കും? അങ്ങനെയാണ്, ആളുടെ പേഴ്സണാലിറ്റി അങ്ങനെയാണ്. എവിടെ പോയാലും ഇങ്ങനെ പൊട്ടത്തരം കോമളത്തരം ഒക്കെ അപ്പോൾ ശരിക്കും ഒരു പൊട്ടനാണോ? ആണോ? ആണെന്നാണ് നിമ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല, കംഫർട്ടായ ആളുകളുടെ അടുത്ത് കുറച്ചുകൂടി പൊട്ടത്തരം കാണിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാത്തടത്തേക്ക് ആള് ഭയങ്കര സീരിയസ് ആയിരിക്കും. നിമ സത്യങ്ങളാണോ പറയുന്നത്? അതെ. അല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എന്താ പറയുക, മണ്ടത്തരങ്ങൾ പലപ്പോഴും നമ്മൾ അറിയുന്ന ആൾക്കാരോട് പറഞ്ഞു പോയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ അറിയാത്ത ആൾക്കാർ, നമ്മൾക്കിപ്പോൾ കുറച്ചുകൂടി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സീരിയസ് ആയിട്ട് ഇടപെടാറുണ്ട്. ഓക്കെ, പക്ഷേ ഈ ക്യാമറയുടെ മുമ്പിൽ എല്ലാവരും അറിയുന്ന ആൾക്കാരാവണില്ലല്ലോ. ഇപ്പം ക്യാമറയുടെ മുമ്പിൽ എത്തുമ്പോൾ മുന്നിൽ ഭൂരിഭാഗം ആൾക്കാരും അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ഇപ്പം എല്ലായിടത്തും പോയി ഫേമസ് ആയതുകൊണ്ട് എല്ലാവരും അറിയാം. നീലക്കുയിൽ ഇങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അലീന എവിടെയുണ്ടോ ഇപ്പം പലപ്പോഴും എടുക്കാറില്ല. എന്ത് പറ്റി? നീലക്കുയിലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പ്രശ്നമൊന്നുമില്ല, എന്നാലും പുള്ളി പലപ്പോഴും എടുക്കാറില്ല. അവരുടെയൊക്കെ ചാനലൊക്കെ വളർന്നുകൊണ്ടായിരിക്കാം. നീലക്കുറുക്കൻ ഇവരുടെ സ്വന്തം ചാനലാണ്. പാരി മീഡിയ. അതാരാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അലീൻ തന്നെയാണ്? അല്ല, 3 പേരുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ്? പെർ ഡേ ഇത്ര പേയ്മെന്റ് വെച്ച് മേടിക്കും. അലീൻ കാശ് കൊടുത്ത് നടത്തുന്ന ചാനലാണ്? നടത്തുന്നതല്ല, അവർക്ക് അവരുടെ ആയിട്ടുള്ള മീഡിയ വർക്കുകൾക്ക് ഞാൻ പേയ്മെന്റ് എന്നോട് മേടിക്കാറില്ല. എന്ന് പറഞ്ഞാൽ അവർ സിനിമ പ്രൊമോഷൻസിന് പോകാറുണ്ട്. അവിടെ പോകുമ്പോഴൊന്നും എന്നോട് പേയ്മെന്റ് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അത് വീഡിയോസ് കൊടുക്കാറുണ്ട് ഇവര്. അലീൻ പേയ്മെന്റ് കൊടുത്തിട്ടാണോ ഇവർക്ക് ശരിക്കും പേയ്മെന്റ് കൊടുത്തിട്ടാണോ ഈ ഒരു PR ചെയ്യുന്നത്? ഇപ്പോൾ റീസെന്റ് ഒരുപാട് വർക്കുകൾക്ക് കാശ് കൊടുത്തിട്ടാണ് അപ്പോൾ PR വർക്ക് ചെയ്യുന്നത്. എന്നെ ആണെങ്കിലും കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന പേയ്മെന്റ് ആണ് എന്റെ. എത്രയാന്ന് പറയുന്നില്ല, നല്ല അത്യാവശ്യം പേയ്മെന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോർമലി ആഡ് ഒക്കെ ചെയ്യുന്നത് ഈ പേയ്മെന്റ് വാങ്ങിച്ചിട്ടാണ്. പിന്നെ റീൽസും കോമാളിത്തരവും ഒന്നും വരാൻ താല്പര്യമില്ല. പ്രൊഫഷണൽ വൈസ് വരുന്ന ഷൂട്ട്സിനൊക്കെ വരാൻ ഓക്കെയാണ്. എന്റെ പേയ്മെന്റ് ഇതാണെന്ന് പറഞ്ഞപ്പോൾ ആളത് ഓക്കെയാണ്. ആ പേയ്മെന്റ് എനിക്ക് കഴിയുമ്പോൾ തന്നെ സ്പോട്ടിൽ പേയ്മെന്റ് കിട്ടും. അതിന് അപ്പൊ ഈ ഇന്റർവ്യൂവിൽ വന്നത് അതിന്റെ ഭാഗമായിട്ടാണോ? അതെ അതെ അതെ. ഏത് അലീനെ പൊക്കാൻ വേണ്ടിയിട്ടാണോ വന്നേക്കുന്നത്? പൊക്കാൻ വേണ്ടി നമ്മളൊരു ഏത് വർക്കിനും ഒരു പേയ്മെന്റ് കൊടുക്കണം. സങ്കടമാണ് സത്യം പറഞ്ഞാല്. പെൺകുട്ടികളൊന്നും അലിന്റെ കൂടെ വരുന്നില്ല. അതെ, അതൊന്ന് മാറ്റി തീർക്കാനാണ് ഞാൻ വന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ അലിന്റെ കൂടെ കണ്ടെങ്കിൽ ശ്രീലക്ഷ്മിനെയാണ് ഇപ്പൊ പമ്പയായിട്ട് നമ്മൾ കൂടുതൽ വീഡിയോസ് ഒരു റീലെന്നല്ല, ഒരു ഫോട്ടോഷൂട്ട് എന്ന രീതിയിലാണ് അത് മീഡിയക്കാർ. പക്ഷെ ഏറ്റവും വൈറലായത് കല്യാണം എന്ന രീതിയിൽ ശ്രീലക്ഷ്മി ശരിക്കും കല്യാണം കഴിച്ചതാണോ? അല്ലല്ല, അത് ഫേക്ക് ആയിട്ട് കണ്ടന്റ്. എന്താണ് അങ്ങനെ ഒരു ശ്രീലക്ഷ്മിയുടെ ആഗ്രഹപ്രദം ചെയ്തത്? എനിക്ക് താല്പര്യം കൂടിയില്ലായിരുന്നു. പിന്നെ പുള്ളിക്കാരത്തി ആ ഒരു റീൽ കണ്ടന്റിനെ വരുവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബലിയാടായെന്ന് പറയാൻ അറിയാണ്ടല്ല, നമുക്ക് ശ്രീലക്ഷ്മിയെ ആ ഒരു നമ്മളോടത്തെ ഒരു വീഡിയോ ചെയ്യിപ്പിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നു. ഇപ്പോൾ ശ്രീലക്ഷ്മി മറ്റുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് അലിൻ്റെ കൂടെ കാണുന്നില്ല? ഓരോരുത്തരുടെ എന്താ പറയുക, കംഫോർട്ട് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ അവർക്ക് കംഫോർട്ടിൽ തോന്നിയിട്ടുണ്ടാവില്ല. അവർക്ക് കുറച്ചുകൂടി എന്താ പറയുക, എൻ്റെ ചിലപ്പോൾ ശരീരം എന്ന് പറഞ്ഞാൽ വയറ് കൂടുതൽ അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കും. മനസ്സിലായി, അവർ കുറച്ച് മെലിഞ്ഞ ആൾക്കാരോടെയൊക്കെ വർക്ക് ചെയ്യുന്നു. പക്ഷെ നിമ വന്നല്ലോ വയറുണ്ടായിട്ടും, എന്തുകൊണ്ട് ശ്രീലക്ഷ്മിക്ക് വന്നുകൂടാ? ശ്രീലക്ഷ്മി ഇത് കാണുന്നുണ്ടെങ്കിൽ ഉത്തരം പറയണം, കമന്റ് രൂപത്തിൽ അറിയിക്കട്ടെ അല്ലേ? നമുക്ക് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും ശ്രീലക്ഷ്മിയോട് കാണിച്ചോ? അങ്ങനെ ഇല്ല, നമ്മൾ മോശമായിട്ടൊന്നും സംസാരിക്കാതെ വന്നില്ല. പിന്നെ നീലക്കുയില് മോശമായിട്ട് ചോദ്യം ചോദിച്ചിരുന്നു. അലിൻ ജോസനായിട്ട് ഇന്നലെ എന്തെങ്കിലും നടന്നോ എന്നൊക്കെ പറഞ്ഞ് മോശമായിട്ട് ചോദിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള തർക്കം ഉണ്ടായിരുന്നു. സത്യത്തിൽ എന്തെങ്കിലും ഇല്ല. നമ്മൾ ഒരുമിച്ച് ഇന്റർവ്യൂകളിൽ പോയിട്ടുണ്ട്, ഒരു കാറിലാണ് യാത്ര ചെയ്തത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ യാത്ര ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധമൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ വ്യക്തിയോട് കോണ്ടാക്ട്സും നമ്മൾ വിട്ടു. മെസ്സേജ് അയച്ചാൽ പോലും ഹീ അയച്ചാൽ പോലും തിരിച്ച് ചെയ്യില്ല. ഹീ മാത്രമേ അയക്കാറുള്ളൂ.
ഹേയ് ഹായ് അതാണ് ഉദ്ദേശിച്ചത്. അലിന് എത്ര വയസ്സായി ഇപ്പൊ? ആക്ച്വലി 24 വയസ്സായി. ഈ 25 ആകാൻ പോകും. 25 അടുത്ത വർഷമായല്ലോ. അല്ല, ഈ മാർച്ച് 2 മാസം കഴിയുമ്പോൾ. ശരി, ഓക്കെ. 2026 മാർച്ചിൽ നമ്മുടെ അലിൻ ജോസ് പെരേര 25 വയസ്സാകാൻ പോവാണ്. അപ്പോൾ ഈ 25 വർഷം കംപ്ലീറ്റ് ആക്കാൻ പോകുന്നു. 25 വർഷം ജീവിച്ചു. ഇതിൽ അലിന് എന്താണ് പണ്ടത്തെ അലിനും ഇപ്പോഴത്തെ അലിനും തമ്മിലുള്ള വ്യത്യാസം? അല്ലെ വേണ്ട, 2025 അലിനും ഇനിയുള്ള അലിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അലിനെ പറയുന്നത്? പണ്ടാണെങ്കിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ യൂബർ ടാക്സി വിളിച്ച് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ഡിഫിക്കൽട്ട് ഉണ്ട്. അപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു കാറ് മേടിച്ചൂടെ? കാറും അങ്ങനെയല്ല ഞാൻ പറയാം. ടാക്സി യാത്ര ചെയ്യണ പോലെ മറ്റേ എന്താ പറയുക, വലിയ കുഴപ്പമില്ലാതെ പോകാമല്ലോ. 6 മണിക്കുള്ള വരുമാനമായിട്ടില്ല. എന്നാലും അലിന് ഏകദേശം ഇപ്പോൾ നിമിക്ക് പേയ്മെൻറ്റ് കൊടുക്കണം, പമ്പയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. പമ്പ എവിടെ പോയി? പമ്പ ഒരു വർക്കുണ്ട്, പുള്ളിക്കാരത്തേക്ക് ഡോക്ടർ വർക്കുണ്ട്. ഞാൻ പമ്പയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരെ വെച്ചിട്ട് നടുവിൽ നമ്മുടെ അലീനെ വെച്ചിട്ട് നമുക്ക് ഇൻ്റർവ്യൂ എടുക്കാമായിരുന്നു. ഒരു ദിവസം പ്ലാൻ ചെയ്യാം. ഒരു ദിവസം നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത്രയ്ക്ക് പേയ്മെൻറ്റ് എല്ലാവർക്കും പറഞ്ഞു നിയമ ചോദിച്ചാൽ അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞ് അപ്പം തന്നെ സ്പോട്ടിൽ പേയ്മെൻറ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത്രയ്ക്ക് വരുമാനം എങ്ങനെയാണ് അലിൻ ജോസ്? ഡെയിലി പ്രൊമോഷൻ വർക്കുകൾ ഉണ്ട്. പല പല ബിസിനസ്സുകളുടെയൊക്കെ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാറുണ്ട്. ബർത്ത്ഡേ പ്രൊമോഷൻസ്, കല്യാണ വർക്കിൻ്റെ പ്രൊമോഷൻ വീഡിയോസ് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ ഒരു ദിവസം 1000 രൂപ വരുമാനമുണ്ട്. അപ്പോൾ അലിന് ഒരു ദിവസത്തെ വരുമാനം ഏകദേശം എത്രയായിരിക്കും? 2000 മുതൽ 15,000 വരെ. 2000 മുതൽ 15,000 രൂപ ഒരു ദിവസം പെർ ഡേ. അത് ഡിപ്പെൻസ് എന്നായിരിക്കും ആൾക്കാർ. ഡിപ്പെൻസ്. എന്നാലും ആവറേജ് ഒരു ദിവസം ഒരു 1000-2000 രൂപയ്ക്കുള്ള വരുമാനം 2000 രൂപ അതുണ്ട്. ചില ദിവസം കൈകൊണ്ട് കാണിച്ചു 2000 ഡിമ്മുണ്ട്, ചില ദിവസം ഡിമ്മുണ്ട്. ഞാൻ കുക്കറി ഷോയുടെ ഒരു പരിപാടിക്ക് പോയപ്പോഴേക്കും ഇനി കുക്കറി ഷോയുടെ കഥകൾ കേൾക്കട്ടെ. പറയാതിരിക്കാനേ വേണം. പറഞ്ഞു നിമ്മ ഇവിടെ വന്നിരിക്കുന്ന സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇവനായിട്ട് ഇപ്പൊ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് ആൾക്കാർ എന്നെ, ഞാനങ്ങനെ ഫേസ്ബുക്ക് അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ഫേസ്ബുക്കിലൊക്കെ ഫുൾ തെറിയാ. എന്നെ കുറിച്ച് കൂടുതൽ തെറി പറയുന്നത്. നോക്കുമ്പോ എന്താ എന്നെ വിളിച്ചിട്ട് കുക്കറി ഷോ ഒരു പരിപാടി ഉണ്ട്. നമ്മളിപ്പോ നോർമലി ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ ഷൂട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ നല്ല വർക്കിന് മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു സ്റ്റുഡിയോയില് ഭയങ്കര സെറ്റപ്പിലാണ്, കിച്ചണൊക്കെ ആയിട്ട് കുക്കറി പരിപാടി ഉണ്ട്, ഭയങ്കര സെറ്റപ്പ്. പറഞ്ഞു പറ്റിക്കുകയാണല്ലേ. അപ്പൊ ഞാൻ തലേദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര റെഡ് കോസ്റ്റ്യൂമിൽ വരണം, ഭയങ്കര സെറ്റപ്പ് പരിപാടിയാണ്, നമ്മൾ ഫുള്ള് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ക്രിസ്മസ് തീമിലാണ് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ് ആളുടെ വീട്, ഒരു 4 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പൊ ഞാൻ ചെന്നപ്പോഴേക്കും മറ്റേ ഗ്യാസ് അടപ്പൊക്കെ മറ്റേ കരി പിടിച്ച ഗ്യാസ് അടപ്പ്. കുക്കറി ഷോയ്ക്ക് ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്യുന്ന, ഞാൻ കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പക്ഷെ ആദ്യമായിട്ട് എൻ്റെ കിളി പോയി ആ ഗ്യാസ് കണ്ടത്. ഞാൻ കുറച്ചേരം അവിടെ ഇരുന്നു, ഇതെന്താ ഗ്യാസ്. പിന്നെ ആ ഗ്യാസിന്റെ മുകളിൽ തോരണമൊക്കെ വെച്ച് ഒട്ടിച്ച് ഗ്യാസ് അങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ നോക്കിയപ്പോ സ്പൂൺ ഇടാൻ വേണ്ടിയുള്ള പാത്രമൊന്നുമില്ല. അപ്പൊ കുപ്പി മുറിച്ചിട്ട് കുപ്പിയുടെ പകുതി സംഭവത്തിൽ സ്പൂൺ ഇട്ടേക്കുക. അത് കണ്ടപ്പോ തന്നെ എന്റെ കൈയും കാലും വരച്ചു. അവിടെ വലിയൊരു കാര്യമാണ് ചെയ്തത്, വേസ്റ്റ് മാനേജ്മെന്റ്. എന്തോരം കുപ്പികൾ നമ്മൾ വലിച്ചെറിയുന്നു, അത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതായിരിക്കാം അല്ലെ. അതങ്ങനെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട് അവിടെ. എന്താണ് നീ അത് മനസ്സിലാക്കാതെ? കിളി പോയി. അലിനെ അതാണോ ഉദ്ദേശിച്ചത്? ഈ പ്ലാസ്റ്റിക് വലിച്ചെറിയണ പകരം നമുക്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുള്ള പതിവ്. നമ്മൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് പാത്രം അടിക്കാണ്ട് പല്ല് തേക്കുന്ന ബ്രഷ് പോലും അങ്ങനത്തെ കുപ്പിയിലൊക്കെ വെക്കാറുള്ളൂ. ഏത് പ്ലാസ്റ്റിക് കുപ്പിയിൽ കീറിയിട്ട് അതിനകത്ത്. നല്ലൊരു കാര്യമാണ്, ഞാൻ അത് കളിയാക്കുന്നതല്ല, അത് നല്ലൊരു കാര്യമാണ്. നമുക്കത് വേസ്റ്റ് മാനേജ്മെന്റ് ഒരുപാട് സഹായിക്കും. കാരണം 20 ബോട്ടിലിന് നമ്മൾ 20 രൂപ കൊടുക്കണതല്ലേ. അതെ. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരു 100-300 ബോട്ടിലുണ്ട്. കാരണം ഞാൻ അത്യാവശ്യം ഏറ്റവും കൂടുതൽ മിനറൽ വാട്ടറേ കുടിക്കാറുള്ളൂ, മനസ്സിലായ. അപ്പം അത്യാവശ്യം അത് മാക്സിമം മറ്റേ കുപ്പിവട്ടക്കാരൊക്കെ വരുമ്പോൾ കൊടുക്കും. അക്കരയ്ക്ക് കൊടുത്ത് കാശാക്കാറുണ്ട്, കൊടുത്താ കാശാക്കാറുണ്ട്. അല്ല, ഈ കുപ്പി വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ വീട്ടിലായിരുന്നു ഷൂട്ട്, പക്ഷെ അമ്മ എല്ലാം ലോക്ക് ചെയ്തിട്ടാ പോയത് ആളുടെ വീട്ടില്. നമുക്ക് വേറെ പെർമിഷൻ ഒന്നും ഉണ്ടായില്ല, നേരെ മുകളിലും എല്ലാം സെറ്റ് ചെയ്യേണ്ടി വന്നു. ഈ ചിക്കനൊക്കെ ഞാൻ താഴെ പോയി കഴുകി കട്ട് ചെയ്ത് സവാളൊക്കെ അരിഞ്ഞ്, അതൊരു ചരിത്രത്തിലാദ്യമായിട്ടാണ്. ഞാൻ പറഞ്ഞൊരു മോഡലിനെ കൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഇവര് ഓൺലൈൻ വീഡിയോസ് ഒക്കെ സൈഡിലുണ്ടായിരുന്നു, അവരൊക്കെ ഓരോരോ ബൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ചിക്കൻ കഴുകി BTS ആണല്ലോ, BTS ആണ് മെയിൻ സത്യം പറഞ്ഞാല്. അതോടെ എന്റെ കിളി പോയി. അതിന്റെ വീഡിയോ ഇറങ്ങിയപ്പോ തന്നെ കിളി പോയി. എന്നുവെച്ചാ
ഗ്യാസ് അടുപ്പും കണ്ടു എല്ലാം കണ്ടപ്പോഴേക്കും എനിക്ക് ഇതായി. പക്ഷെ എന്തായി കുക്കിംഗ് ചെയ്തിട്ട് എന്തായി ചെയ്തിട്ട് സക്സസ് ആയി. ടേസ്റ്റ് ഉണ്ടായിരുന്നു? അത്യാവശ്യം കുഴപ്പമില്ല. എരിവ് കുറവായിരുന്നു എന്ന് ആള് പറഞ്ഞു. ഞാൻ എരിവ് അങ്ങനെ അധികം കഴിക്കാത്ത കൂട്ടത്തിലാണ്. അപ്പൊ പിന്നെ കുറച്ചും കൂടി കുരുമുളക് വാരിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയൊക്കെ കഴിച്ചു വന്നിട്ട് അമ്മ ചില ആൾക്കാരുടെ ഒരു ധൈര്യം സമ്മതിക്കണം. എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാരുടെ വീഡിയോസിലൊക്കെ പറയുമോ തന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വരാനായിട്ട് അതെ, അതെന്റെ അടുത്ത ചോദ്യം അതാണ്. എന്ത് ധൈര്യത്തിലാണ് അലിൻ ജോസ് പെരേരയുടെ വീട്ടിലേക്ക് പോയത്? എന്റെ വീടിന്റെ അടുത്താ. പിന്നെ ഇവരുടെ മീഡിയാസ് എല്ലാരും ഉണ്ടല്ലോ. നിങ്ങൾ എങ്ങനെ മീഡിയാസ് ഉള്ളതുകൊണ്ടാണ് ആ ധൈര്യം ഉണ്ടായത്? ഒറ്റയ്ക്കാണെങ്കിൽ പോകാൻ പേടിയാണോ? എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ല, ഇവൻ നമ്മൾ ഈ ട്രോൾസില് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണോ? എന്റെ ചോദ്യം അതാണ്. എനിക്ക് പേടിയില്ല. കാരണം എന്താ അറിയോ, ഭയങ്കര പാവാണ്. നമ്മള് പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കട്ടെ? ചോദിക്ക്. എന്താ പറയാ, നമ്മൾ മീഡിയ ഫ്രണ്ട്സ് അന്നുണ്ടായ ഒരു കൂട്ടുകാരൻ പറഞ്ഞാണ് അലിൻ ജോസ് മാത്രമാണെങ്കിൽ വീട്ടിലേക്ക് വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞോ? അങ്ങനെ എന്തോ പോയിന്റ് പറഞ്ഞിരുന്നോ? ചോദിച്ചു. അല്ല, നമ്മളൊരു ഷൂട്ടിന് വിളിക്കുമ്പോ ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ചോദിക്കണ്ടേ. ഒരു ഷൂട്ടിന് വിളിക്കുമ്പോ ഷൂട്ടിന് ആൾക്കാർ ഉണ്ടാവുമല്ലോ അല്ലേ? സത്യം തുറന്നു പറയൂ. അലിന്റെ ചോദ്യം ഇതാണ്. അന്ന് മീഡിയക്കാരൊരു ചോദ്യം ചോദിച്ചു, നീമ അലീൻ ഒറ്റയ്ക്കാണെങ്കിൽ നീമ അവിടെ ചെല്ലുമായിരുന്നോ? അതല്ല ചോദ്യം. ഒറ്റക്കുള്ള ഷൂട്ടല്ലല്ലോ. ഒറ്റയ്ക്കുള്ള ഷൂട്ടല്ലല്ലോ. അല്ല, ഒറ്റയ്ക്കാണ് വിളിക്കുന്നതെങ്കിൽ ചെല്ലുമോ എന്നുള്ളതാണ് ചോദ്യം. പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇടക്കൊച്ചിയിൽ കമ്പനിക്കാരൊക്കെ ഉള്ളതാണ്. ഇവൻ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചെങ്കിൽ അപ്പൊ ഒരു കോള് വിളിച്ച ആൾക്കാർ കുരുത്തക്കേട് ഒപ്പിക്കോ? നമ്മുടെ അലീൻ പാവാന്ന് പറയുന്നു. അങ്ങനെ ചെയ്താൽ കോള് വിളിച്ചാൽ തൊട്ടടുത്ത് വരാൻ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ അലീൻ അത്ര ഭീകരനല്ല എന്നാണ് പറയുന്നത്. ഒരു പെൺകുട്ടി ഇങ്ങോട്ട് എങ്ങനെയാണ് തിരിച്ചു പാവമാണ് സത്യം പറഞ്ഞാൽ. ഈ ട്രോൾസിൽ അല്ലെങ്കിൽ നമ്മൾ ഇവന്റെ വീഡിയോസ് കണ്ട് വിലയിരുത്തരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇവന്റെ കൂടെ സംസാരിച്ചു, ഓൾറെഡി ഞാൻ പറഞ്ഞ ജൂനിയർ ആണ്, പക്ഷെ സംസാരിച്ച് കൂട്ടിട്ട് എപ്പോഴാണ് നിമ അലീനെ മനസ്സിലാക്കിയത്? നിങ്ങൾ പണ്ട് ജൂനിയർ ആണെന്ന് പറയും. ജൂനിയർ സീനിയർ എന്ന് പറയുമ്പോൾ അത്ര അധികം പരിചയം ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇവനെ വനിത തിയേറ്ററിൽ എൻ്റെ ഒരു മൂവിയുടെ പ്രിവ്യൂ കാണാൻ വേണ്ടി പോയി. ഏത് മൂവിയായിരുന്നു? ജമീലാന്റെ പൂവങ്കോഴി എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ അത്യാവശ്യം ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ മൂവിയുടെ പ്രിവ്യൂക്ക് വേണ്ടിയിട്ട് റിലീസിന്റെ അന്നാണ് ഞാൻ പോയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇയാള് വാദിക്ക് തന്നെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അന്ന് തിയേറ്ററിലെ താരമാണല്ലോ. അപ്പൊ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുന്നതും ആള് സെൽഫി എടുക്കാൻ വേണ്ടി, അപ്പൊ സ്കൂളിൽ പഠിച്ച പരിചയം ഉണ്ടല്ലോ, അപ്പൊ എനിക്കും പരിചയമുണ്ട്. ഞാനാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചിരിച്ചു. നമുക്ക് പരിചയമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ചിരിച്ചാന്നൊക്കെ പറഞ്ഞ് കൈ കൊടുത്തിട്ട് സെൽഫിക്കുന്നു. പക്ഷെ സെൽഫി എടുത്തില്ല അല്ലേ. സെൽഫി എടുക്കാൻ ഇങ്ങനെ പൊക്കിയത് ഞാനിങ്ങനെ നിന്നിട്ട് ഓടി. കാരണം എന്റെ ചുറ്റും ഫുള്ള് മീഡിയാസ് ആയിരുന്നു. അങ്ങനെയാണ് ജസ്റ്റ് കണ്ടെന്നുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു തിരുമാലിയുടെ ഒരു റാപ്പ് ഷൂട്ട് ഉണ്ടായിരുന്നു. അന്ന് ആള് വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് കുറച്ചും കൂടി പരിചയപ്പെട്ട. ഇൻസ്റ്റയിലൊക്കെ ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞു. പിന്നെ ഇതാ ഏത് പെമ്പിള്ളേരെ കണ്ടാലും ആരെ കണ്ടാലും ഷൂട്ടിന് വേണ്ടി ചോദിക്കും. നമുക്കൊരു ഷൂട്ട് ഉണ്ട് കേട്ടോ എന്ന് പറയും. നോർമലി നമ്മള് ഷൂട്ട് ഉണ്ടെന്ന് പറയുമ്പോ നമുക്ക് നോക്കാം എന്ന്, അത് ആ ഒരു ടോണിൽ ഞാനും പറഞ്ഞു നോക്കാന്നുള്ളത്. പിന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോണ്ടാക്ട് ചെയ്യും, എന്റെ നമ്പർ വാങ്ങുകയും ഷൂട്ട്സിനെ കുറിച്ച് പറയുകയും ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഫഷണൽ ഷൂട്ട് ആണെങ്കിൽ മാത്രം. പിന്നെ അങ്ങനെ രണ്ടുപേരും കൂടി ഒരു 3-4 ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് കുക്കറി ഷോ, പിന്നെ മായനദിയുടെ മേക്ക് ഓവർ, പിന്നെ മായനദിയില്ലല്ലോ, സോറി മായാമോഹിനി. മായാമോഹിനി മേക്ക് ഓവർ ചെയ്തു. നമ്മുടെ ഡോളറോള സലൂണില്, നമ്മുടെ ഇടക്കൊച്ചിലുള്ള സലൂണിലാണ് ആള് വന്നിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കയാക്കിഫൈ എന്ന് പറഞ്ഞിട്ട് ഒരു കയാക്കിംഗ് ടീമിന്റെ കൂടെ ഒരു കൊളാബറേഷൻ, ഒരു പ്രൊമോഷൻ ആയിരുന്നു, വീഡിയോ പ്രസന്റേഷൻ ആയിരുന്നു. അതിലോട്ട് എത്തണില്ല, ആൾക്ക് പ്രസന്റ് ചെയ്യാനൊക്കെ കുറച്ച് പാടായിരുന്നു ആദ്യം. പിന്നെ നമ്മള് ട്രൈ ചെയ്ത് സെറ്റാക്കി എടുത്തു. അത് നല്ലായിരുന്നു. അതിൽ ആള് വട്ടം വെച്ചിട്ട് ഇട്ട് കാറാക്കി തല ഇറങ്ങിയോ? ആ വീഡിയോ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. വാള് വെച്ചോ ലാസ്റ്റ്? ഛർദിച്ചു അല്ലേ ആ വീഡിയോയില്? പക്ഷെ ഞാൻ അലിനോട് ഞാൻ ചോദിക്കുകയാണ്, കൂടെയുള്ള ആൾക്കാർ താങ്കളെ ഒരു കോമാളിയാക്കുന്നു എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ചിലയിടത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ അവരുടെ ഒരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞ സംഭവം അവിടെ മെയിനായിട്ട് പുള്ളിക്കാരത്തെയും കുറിച്ച് സെറ്റിക്കാക്കാൻ വേണ്ടി നോക്കിയത്. പുള്ളിക്കാരത്തി ഞാൻ പോയിട്ടുണ്ട് ഷോട്ട് വഞ്ചി. അല്ല, പുള്ളിക്കാരി അവിടെ നിൽക്കട്ടെ, ഞാൻ അലിനോട് ചോദിക്കുന്നതാണ്, അലിൻ്റെ ലൈഫിൽ ഇപ്പോൾ അത്യാവശ്യം ഫെയിമായി, എവിടെ ചെന്നാലും അലിൻ ജോസ് പെരേര അല്ലെങ്കിൽ AGP എന്നുള്ള ഒരു സിഗ്നേച്ചർ വീണു. അപ്പോൾ അലീനെ വെച്ചിട്ട് ആരെങ്കിലും അലീനെ ഒരു കോമാളി ആക്കിയിട്ട് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫെയിം ആവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? ഒരുപാട് പേര്, പേരെടുത്ത് ഞാൻ പറയുന്നില്ല, പല ചാനലുകാരും ഫണ്ട് ചെയ്തിട്ടുണ്ട് ആ രീതിയിലുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്തൊന്നും തോന്നിയില്ല അലീന് ഇത് ഞാൻ ചെയ്യുന്ന മണ്ടത്തരാണ്? അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഇപ്പോൾ താങ്കളെപ്പോലുള്ള ആൾക്കാർ നമ്മളെ മാറ്റിയെടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. എനിക്ക് കൂടെയുള്ള മീഡിയാസ് കാരണമാണ് കുറെയൊക്കെ ചേഞ്ച് ചെയ്തത്. ഇവന്റെ കൂടെ എപ്പോഴും 2 പേരുണ്ട്. എപ്പോഴും ചേട്ടനും അനിയൻ ബന്ധം പോലെ 2 പേര്. ആരാണ് ആ 2 പേര്?
ഷാഹിദ് അല്ലേ? ഷാഹിദ്, ആശിഷ്. പിന്നെ വേറെ ആരും ഉണ്ട്, പേര് ഞാൻ മറന്നുപോയി. അവരാണോ നമ്മുടെ ലെഫ്റ്റും റൈറ്റും ഇപ്പൊ മമ്മൂക്കക്ക് ജോർജ് ഏട്ടനും ആൻഡ്രൂ ജോസഫ് ഏട്ടനും പോലെ. ഓക്കെ. ഒപ്പം അവരാണ് ഇവനെ ചേഞ്ച് ചെയ്തെടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവൻ പണ്ടൊക്കെ കുറച്ചും കൂടി വീഡിയോസ് ഒക്കെ പോരായിരുന്നു, പൊട്ടത്തരൊക്കെ കൂടുതലായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ ചേഞ്ച് ആയി, നല്ല ഡെഡിക്കേഷനും എല്ലാം വന്നത് അതിന്റെ റീസൺ അവര് തന്നെയാണ്. അവരാണ് ചേഞ്ച് ആക്കി എടുത്തത്. പക്ഷെ കൂടെ വേറെ രണ്ടുപേരും കൂടി ഇല്ലേ, മറ്റേ ബോഡി ഗാർഡ് ആയിട്ട് വിഷ്ണു കൊച്ചിയും അതുപോലെ. നിർത്താറ്. എന്താണ് വിഷ്ണു കൊച്ചിയായിട്ടുള്ള പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, നമ്മള് സാമ്പത്തികപരമായിട്ട് എപ്പോഴും ഒരുപാട് എല്ലാവർക്കും പൈസ കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അവർക്കൊക്കെ പൈസ കൊടുത്തിട്ടാണ് കൂടെ കൊണ്ട് നടക്കുന്നത്. പൈസ വാങ്ങാറുണ്ട്. നമ്മളൊക്കെ കാണുമ്പോ വിചാരിക്കുന്നത് ഒരു കൂട്ടുകാരായിരിക്കും. പല ഇതിലും പറയാറുണ്ടല്ലോ. അഭിലാഷിന് എന്തിനാണ് കൊണ്ടെടുക്കുന്നത്? അഭിലാഷ് താങ്കളൊരു പക്ക ഒരു കോമലയായിട്ട് ചിത്രീകരിക്കുന്ന പോലെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ചില സാധനങ്ങളുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ പല കലാപരമായിട്ടുള്ള ഒരു കഴിവുകളൊക്കെ ഉണ്ട്. ആളൊരു കോമഡി അങ്ങനത്തെ കോമഡി ടി വി പ്രോഗ്രാമിലൊക്കെ പുള്ളിക്കാരനുണ്ട്. ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് നമ്മൾ കൂടെ നിർത്തുന്നത്. അത് വെച്ച് പുള്ളിക്കാരന് അത്യാവശ്യം ടി വി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാംസിലൊക്കെ എനിക്ക് അവസരം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും വരാൻ പോകുന്നുണ്ട്. സിനിമയിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. എത്ര സിനിമയിൽ അഭിനയിച്ചു? ഇപ്പോ വലിയ ഡയലോഗ് പറഞ്ഞിട്ട് 2 സിനിമയിൽ അഭിനയിച്ചു. ബാഡ് ബോയ്സ്, ഗുലാനട്ടുകട. ബാഡ് ബോയ്സ് ഇറങ്ങി. ബാഡ് ബോയ്സിലേക്ക് എങ്ങനെയാണ് കാസ്റ്റിംഗ് വന്നത്? ബാഡ് ബോയ്സിലേക്ക് അമ്മർക്ക് നേരിട്ട് വിളിച്ചതല്ല, പൂജയില് പങ്കെടുത്തപ്പോ അങ്ങനെ പെരര ഒരു സാധനം ചെയ്യണം ഇങ്ങനെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ എല്ലാ ഇനോഗ്രേഷനും ഒരു നല്ലൊരു കാര്യം ഉണ്ടെങ്കിൽ അവിടെ അലിൻ ജോസ് പെരേരയുണ്ട്. സിനിമ ഇറങ്ങുകയാണെങ്കിലും ഇപ്പോൾ പൂജ ആണെങ്കിലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. കല്യാണം പെയ്ഡാണെന്ന് തോന്നുന്നു അല്ലേ? പ്രൊമോഷൻ പെയ്ഡാണ് ചിലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷെ ചിലയിടത്ത് പറഞ്ഞ പോലെ കോമാളിത്തരം കൂടുതൽ വരുന്ന ചില കല്യാണ വീടുകളിലാണ്. കല്യാണം മെയിനായിട്ട് വിളിക്കുന്നത് അല്ല, എല്ലായിടത്തും അങ്ങനെയല്ല കേട്ടോ. അപ്പൊ ചിലയിടത്ത് ചെന്ന് കയറി കൈ കൊടുത്ത് പോകുന്ന പരിപാടികളുണ്ട്. പക്ഷെ അത് ഷൂട്ട് ചെയ്യുന്നില്ലെന്ന് മാത്രം. ഒരുപാട് ഓവറായിട്ടുള്ള പരിപാടികളാണ് മെയിനായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ഒരു വീഡിയോ ഭയങ്കര വൈറലായി. അതായത് ഒരു വെറുതെ ഇരിക്കുന്നല്ലേ, ഡാൻസ് കളിക്കുന്ന എന്തോ റെഡ് മെറൂൺ കളറിൽ മറ്റേ ഷിയാസ് കരീമിന്റെ കല്യാണത്തിൽ ഇട്ട ശേഷം അതൊക്കെ എന്തിനാണ് അലീന അതൊക്കെ ചെയ്യുന്നത്? അതൊക്കെ എന്തിനാ ചെയ്യുന്നത്? കാശിന് വേണ്ടിയിട്ടാണോ? കാശിന് വേണ്ടി. പിന്നെ അത് ഓവറായി തോന്നിയപ്പോ അത് ചെയ്യേണ്ട. കാശിന് വേണ്ടി, ഫെയിമിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് ഇത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ഇനി അതുപോലൊരു അവസരം വരാണ്. ഇപ്പം നാളെ ഇപ്പം ഞാൻ തന്നെ അല്ലെങ്കിൽ വേറൊരാൾ 10,000 രൂപ തരാം, നീ ഇവിടെ വന്നിട്ട് കോമാളിത്തരം കാണിക്കണം എന്ന് പറഞ്ഞാൽ അലീന അത് ചെയ്യുമോ? ഇല്ല, നമ്മളത് ചെയ്യില്ല. എന്തുകൊണ്ട് അത് അങ്ങനെ ഒരു മാറ്റം വരാനുള്ള കാരണം എന്താണ്? നമ്മളത് നല്ലതാണെങ്കിൽ ചെയ്യും. ഇപ്പം നമ്മൾ പറയുന്നത് ജസ്റ്റ് വന്ന് ഷെയ്ക്ക് ചെയ്യാൻ കൊടുത്തിട്ട് പോവുക, ഒരു ആശംസ പറയുകയാണെങ്കിൽ ചെയ്യും. എപ്പോഴും ഞാൻ പറയാറുണ്ട്. മൊത്തത്തിൽ അത് ചെയ്യില്ലെന്നല്ല പറഞ്ഞത്. മാന്യമായിട്ടുള്ള സംഭവമാണെങ്കിൽ ചെയ്യും. ഒരുപാട് മാന്യമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. മാന്യമായിട്ട് ചെയ്തിട്ടുണ്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ കൂടുതലും ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസ് വരുന്നതൊക്കെ ഇങ്ങനെ ആ ഒരു വീഡിയോസിന് ചെയ്യുന്നില്ല. നോട്ടീസ് ചെയ്യാൻ വേണ്ടി ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇനി അങ്ങനത്തെ റീച്ച് ആകാൻ വേണ്ടി അങ്ങനത്തെ ഒരു കോമിക് പരിപാടികളിലേക്ക് പോകാൻ താല്പര്യമില്ല പേഴ്സണലി. പക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ AGPനെ മറന്നാലോ? ഇല്ല, അങ്ങനെ ചെയ്യാണ്ട് തന്നെ നമുക്ക് ഒരു മെറ്റീരിയലൈസ് ആകാമല്ലോ ഷോർട്ട് ഫിലിമിലൂടെ. ഓക്കെ, ഷോർട്ട് ഫിലിമിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം ആള് തന്നെയാണ്. അത് സന്തോഷ് പണ്ഡിറ്റിന്റെ വേറൊരു വെർഷനിലാണോ? പുള്ളി ഒരു ഫുൾ മൂവി ഇറക്കുന്നു, നമ്മളത് ചെറിയ ഷോർട്ട് ഫിലിമായിട്ട് ഇറക്കുന്നു. ഒരു 5 മിനിറ്റ് 5 മിനിറ്റ്. പക്ഷേ ഈ ഷോർട്ട് ഫിലിം ഒക്കെ ഇറങ്ങിയിട്ട് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടോ? അത് ഇടുമ്പോൾ നമുക്ക് അത് ഇടുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ പ്രൊമോഷൻസ് കിട്ടുന്നു. മനസ്സിലായി. നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ കിട്ടില്ല. ഇട്ടല്ല വീഡിയോസിന് അത്യാവശ്യം വ്യൂസ് ഉണ്ട്, നല്ല റീച്ച് ഉണ്ട്. പക്ഷേ പണ്ടൊക്കെ ആളെ കളിയാക്കിയ ആളുകൾ വരെ ആളെ വിളിക്കുന്നുണ്ടെങ്കിൽ ആളുടെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് വ്യൂസ് ആണ്. എല്ലാവർക്കും വേണ്ടത് വ്യൂസ് ആണ്. ഇവനെ വെച്ചിട്ട് പക്ഷെ ആ വ്യൂസ് ഉണ്ടാവുന്നത് അലിന്റെ മണ്ടത്തരങ്ങൾ കാരണമല്ല, ഞാൻ കോപ്രായങ്ങളല്ലേ അലിന്റെ വ്യൂസ് ഉണ്ടാക്കിയത്. നേരത്തെ ഒരു ഇന്റർവ്യൂല് ഞാൻ അത്യാവശ്യം കരഞ്ഞൊരു വീഡിയോ അത്യാവശ്യം മില്യൺ ഓഫ് കയറി. മനസ്സിലായി. നമ്മളെ കളിയാക്കി പറയുന്ന വീഡിയോനേക്കാളും നമ്മൾ സെന്റിമെന്റായിട്ട് ചെയ്താലും അത് ചെയ്യണമല്ല, അത് നമ്മുടെ മൈൻഡിൽ വരുന്നതാണ്. ചെയ്തൊന്നും പറയില്ല. സെന്റിമെന്റായിട്ട് നമുക്ക് മൈൻഡിൽ ആ സമയത്ത് വന്ന ഒരു സംഭവം. അലിന്റെ ഒരു പ്രശ്നം ഇതാണ്, എനിക്ക് തോന്നുന്നു സംസാരിക്കാൻ അറിയാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. എന്താണ് അത് ശരിയാക്കുക? ഇപ്പം എത്ര അധികം ആൾക്കാർ
എത്ര സെലിബ്രിറ്റി ആയിട്ടാണ് എനിക്ക് പോലും ലാലേട്ടൻ്റെ അമ്മ മരിച്ചിട്ട് പോലും അലീന അവിടെ ചെന്നു. എന്തുകൊണ്ട് അങ്ങനെ പോകാനുള്ള റീസൺ? അതൊക്കെ ഫെയിമിന് വേണ്ടിയിട്ടായിരുന്നു. അതൊരിക്കലും ഫെയിമിന് വേണ്ടി അല്ലല്ലോ. അത് ഇപ്പൊ ചേട്ടനൊരു മരണം വീട്ടിൽ പോകും, സെലിബ്രിറ്റിന്റെ മരണം വീട്ടിൽ പോകുന്നു, ചേട്ടനവിടെ ആ ഒരു നടന്റെ അമ്മേനെ കാണാൻ വേണ്ടിയല്ലേ പോകുന്നത് അല്ലേ? അതുപോലെ തന്നെ ഞാനും പോയത്. മീഡിയക്കാരെടുക്കാം, ഇപ്പം ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ അവരെടുത്തത്. പക്ഷെ എടുക്കരുതെന്ന് പറഞ്ഞുകൂടെ? നമുക്ക് ആ ഒരു സ്പോട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കാണിച്ചു കഴിഞ്ഞാൽ അതും അവർ ഷൂട്ടിങ് ഇടും, മനസ്സിലായോ? നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഒരു ഭയഭക്തിയോടെ പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ, അനുമോള് ചിരിച്ചു എന്ന് പറഞ്ഞിട്ട്. അനുമോളുടെ ഒരു ഇഷ്യൂ ചിരിച്ചത് അത്രയും ഞാൻ അത്രയും വളർന്നോന്ന് പുള്ളിക്കാരത്തി നോട്ടീസ് ചെയ്തായിരിക്കാം, മനസ്സിലായോ? ലാലേട്ടൻ്റെ വീട്ടിൽ പോയി ലാലേട്ടനെ കണ്ടു, ലാലേട്ടൻ്റെ അമ്മേനെയും കണ്ടു. ലാലേട്ടൻ റെക്കഗ്നൈസ് ചെയ്തോ? ലാലേട്ടൻ ഇല്ല, പുള്ളി നോട്ട് ചെയ്തോന്ന് അറിയില്ല. പക്ഷെ ലാലേട്ടൻ ഞാൻ നടന്നു പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞ ചാനലിൽ ഇപ്പോഴും ഉണ്ട് വീഡിയോസ്. ഞാൻ പോയി കൈവപ്പി നിൽക്കുന്ന ഒരു വീഡിയോ. അത് വീഡിയോക്ക് വേണ്ടി ചെയ്തതല്ല, പക്ഷെ കാണുന്ന ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് അത് വീഡിയോ ഫെയിമിന് വേണ്ടി, അല്ലെങ്കിൽ ഫെയിമിന് വേണ്ടി നമ്മൾ ഇത്ര അതിന് മുന്നേ എത്ര ഭരണ വീടുകളിൽ പോയിട്ടുണ്ട് ഈ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ. അവിടെ ഒന്നും വലിയ ക്യാമറ ഓൺ ആക്കുകയോ കാര്യങ്ങളൊന്നും ഇത്രയും വിവാദങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ ശ്രീനിവാസൻ ചേട്ടൻ്റെ വീട് കാണാൻ വേണ്ടി ടൗൺ ഹാളിൽ പോയിട്ടുണ്ട് കണ്ണകിയായിട്ട്. പിന്നെ അതൊന്നും വലിയ രീതിയിൽ അവിടെ പോയിട്ട് ഞാൻ ചെറിയായിട്ട് ചിരിച്ചതെന്നോ എന്തോ പ്രശ്നമായി അവിടെ. അതെ അതെ, മരണവീട്ടിൽ പോയിട്ട് ആരെങ്കിലും ചിരിക്കുമോ? അതെന്താണ് എനിക്ക് തോന്നിയത്. കാരണം വിനീതേട്ടനെ കണ്ടപ്പോ വിനീതേട്ടന്റെ മൂവീസ് ഓർമ്മ വന്നു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് മറ്റേ ഡാൻ ചേട്ടനെ അറിയാം, പക്ഷെ വിനീത് ശ്രീനിവാസൻ ചേട്ടനെ എനിക്ക് പേഴ്സണലി വലിയ പരിചയമില്ല. പക്ഷെ വിനീത് ചേട്ടനെ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് പുള്ളിക്കാരൻ്റെ ആ ഒരു ഇത് മൈൻഡിൽ വന്നപ്പോൾ ചിരി വന്നതാണ്. എന്നാലും അലീനെ ഒരു ചിരിക്കാൻ പാടില്ല. പക്ഷേ വീട്ടില്, അതായത് നമ്മുടെ ശ്രീനിയേട്ടൻ എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ റൈറ്റർ, ഡയറക്ടർ, നടന്റെ സിനിമ മൊത്തത്തല്ല, പക്ഷെ വിനീതേട്ടനെ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ചിരി വന്നു. അത് വലിയൊരു നെഗറ്റീവ് ആയില്ലേ? ഇതന്നെയാണ് അബദ്ധം അല്ലെങ്കിൽ മണ്ടത്തരം എന്ന് പറയുന്നത്. അബദ്ധങ്ങളാണ്, കൂടുതലും അബദ്ധങ്ങളാണ് വരുന്നത്. ആൾക്കാർ ഷൂട്ട് ചെയ്യണം. അത് പിന്നെ ഇനി അത് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുമോ? ഇനി അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണോ ഇനിയുള്ള ഇതും പറഞ്ഞ് ഇപ്പൊ ഇങ്ങനെ അബദ്ധങ്ങൾ വരുമെന്ന് ഓർത്ത് നമ്മൾ ഇപ്പോൾ ഒരിക്കലും മരണ വീട്ടിൽ പോകില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളുടെ ഒരു ദുഃഖത്തിൽ നമുക്ക് കാണാൻ പോകില്ല എന്ന് ആർക്കും പറ്റത്തില്ല, മനസ്സിലായി? നമുക്ക് തടഞ്ഞില്ലെങ്കിൽ നമുക്ക് പോവാം. ഇപ്പം അതിൽ വരുന്ന ഏറ്റവും കൂടുതൽ കമൻ്റാണ് പോലീസുകാർ തടഞ്ഞില്ലല്ലോ, മനസ്സിലായ? ഒരു വീട്ടിൽ അത്രയും ആൾക്കാർ പോകുന്നു, സ്ഥലത്ത് തടയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ വനിത തിയേറ്ററിൽ അലീന് ബാൻ കിട്ടിയില്ലേ? അവിടെ പോകാൻ പാടില്ല, വരാൻ പാടില്ല, വീഡിയോ ചെയ്യാൻ പാടില്ല എന്നൊക്കെ. അല്ല, അത് തിയേറ്റർ ഓണർ അങ്ങനത്തെ ഒരു വിലക്ക് പറഞ്ഞായിരുന്നു. പിന്നെ പോലീസ് കേസ് കൊടുത്താൽ പിന്നീട് നമ്മൾ സ്ഥിരമായിട്ട് പോകാണ്ടായി. പിന്നെ വല്ലപ്പോഴും പോയി കാണും, അഭിപ്രായം പറയുന്നു. ചിന്തിച്ചോ, എന്തുകൊണ്ട് എൻ്റെ നേരെ ഇങ്ങനൊരു എലിഗേഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരിങ്ങനെ പറയുന്നു എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്ങനെ? തിയേറ്ററിൽ വരാൻ പാടില്ല, തിയേറ്റർ എല്ലാവർക്കും പോകാവുന്നൊരു സ്ഥലമാണല്ലോ. അല്ല, നമ്മൾ പണ്ട് കാണിച്ച ഒരു ആക്ടിവിറ്റിക്ക് ആയിരിക്കാം ചിലപ്പോൾ. അത് മാത്രമല്ല, ഇപ്പോൾ തിയേറ്ററിൽ വെള്ളിയാഴ്ച ആ ഒരു പടത്തിന് കിട്ടുന്ന മൈലേജിനേക്കാളും എൻ്റെ ആ ഒരു ആക്ടിവിറ്റിക്ക് എനിക്കാണ് മൈലേജ് കിട്ടുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു സിനിമ എത്ര പേരുടെ കഷ്ടപ്പാടായിരിക്കും. അതായത് ചായ കൊണ്ടുവന്ന് തരുന്ന ചേട്ടൻ മുതൽ പിന്നെ ഡയറക്ടർ, അഭിനയിക്കുന്ന ആൾക്കാർ, എല്ലാവരുടെയും ഒരുപാട് നേരത്തെ ഒരു പ്രയത്നമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ആ ഒരു സിനിമയിൽ നമ്മൾ കാണാൻ ചെന്ന് നമ്മളവിടെ ഭയങ്കര ആക്റ്റീവായിട്ട് കാര്യങ്ങൾ പറയുകയും ചിലപ്പോൾ സിനിമ മോശമായിട്ട് ഒരു നെഗറ്റീവ് റിവ്യൂ വരെ പറഞ്ഞിട്ടുള്ള ആളാണ് അലി. ചില സിനിമകൾ പോരാ, ഫ്ലോപ്പാണ്, ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു, സെക്കൻഡ് ഹാഫ് അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളിൽ അവർക്കൊരു വിഷമം തോന്നില്ലേ, ദേഷ്യം തോന്നില്ലേ? നമ്മൾ അങ്ങനെ കുറ്റമായിട്ടാ ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലാണ്ട് സിനിമ കൊള്ളില്ലെന്ന് ഒരിക്കലും, സിനിമ കാണരുതെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ ആറാട്ടണ്ണൻ അങ്ങനെയല്ലല്ലോ. ആറാട്ടണ്ണനാണ് അതിന്റെ മെയിൻ. ആറാട്ടണ്ണനാണെങ്കിൽ ഫുള്ള് നെഗറ്റീവ് റിവ്യൂസ് കൊള്ളൂല എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് ആറാട്ടണ്ണൻ. അപ്പോൾ ഞങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകർ അല്ലെങ്കിൽ ഒരു ഓഡിയൻ എന്ന രീതിയിൽ ആറാട്ടനെ പോലെ തന്നെയാണ് അലിൻ ജോസ് പെരേര എന്നാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. ആറാട്ടനും അലിനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് അലിൻ നോക്കി കാണുന്നത്? ആറാട്ടന് ഇത്രൂടി പറയാ സിനിമ ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഹോൾഡ് ഉണ്ടെന്ന് പറയാം. കാരണം പുള്ളിക്കാരന് അത്യാവശ്യം നടന്മാരുടെ കോണ്ടാക്ട്സ് ഉണ്ട്,
എനിക്കില്ലെന്നല്ല, പക്ഷെ പുള്ളിയുടെ അത്രയും കോണ്ടാക്ട്സോ പുള്ളിയെ പോലെ ഡെയിലി വിളിക്കാറോ എനിക്ക് വലിയ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് തോന്നണമെങ്കിൽ മാത്രമേ നടന്മാരെ ഞാൻ വിളിക്കാറോ, നടന്മാരെ വിളിക്കാറുണ്ട്, 1-2 നടന്മാരുടെ കോണ്ടാക്ട്സും ഉണ്ട്, പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്കങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താറൊന്നും താല്പര്യമില്ല. പുള്ളി ജസ്റ്റ് ചാൻസ് ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതല്ല, ചാൻസ് ചോദിക്കാണ്ട് എല്ലാ ദിവസവും ചോദിക്കാം. നമുക്കൊരു കുശലം അന്വേഷിക്കണ ആളുകൾ ചോദിക്കാറുള്ളൂ, സുഖമല്ല സാറേ അങ്ങനെയൊക്കെ ചോദിക്കാറുള്ളൂ. പക്ഷെ ആറാട്ടനും മലിനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ തമ്മിൽ ഈഗോ ഉണ്ട്. ഈഗോ ഉണ്ട്. എന്തിന്റെ പേരിൽ? പുള്ളിക്കാണ് ഈഗോ. പുള്ളിക്ക് ഈഗോ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞാൽ പുള്ളി നടക്കണം, ഞാനും ആറാട്ടനും പുള്ളി കമ്പയർ ചെയ്യണം. ആറാട്ടെണ്ണ പറയാറുള്ളത്, സ്വയം പറയാറുള്ളതാ, ഞാൻ പറയാറില്ല. ഞാൻ സാധാരണ കയറുന്ന എപ്പോഴും പറയാറുള്ളൂ. എന്റെ ഈ ഫെയിമിൽ അഹങ്കരിക്കുകയോ ആറാട്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? മമ്മൂട്ടി മോഹൻലാലൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുമോ? അല്ല ഒരു കണക്കിൽ മേ ബി പറ്റുമായിരിക്കും. സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടുന്ന 2 വ്യക്തികളാണ് ആറാട്ടണ്ണൻ. അങ്ങനെ വെച്ച് പുള്ളി കമന്റ് ബോക്സിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കമന്റുകൾ വായിക്കാറുണ്ട് പുള്ളി. അപ്പോൾ ഈ ആറാട്ടണ്ണന് ക്യാൻസർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, അത് ശരിയാണോ? നിങ്ങൾ തമ്മിൽ ഇത്രയും നല്ല ബന്ധത്തിലുള്ള ക്യാൻസർ ഇല്ല, സത്യത്തിൽ ക്യാൻസർ ഇല്ല. ഇല്ല, നോണയാണ് ആറാട്ടണ്ണൻ പറയുന്നത്. എന്തെങ്കിലും ചെറിയ എല്ലാ മനുഷ്യർക്കും ഉള്ള പോലെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും പുള്ളിക്കും. എനിക്ക് ക്യാൻസർ ആണ്, എനിക്ക് വയ്യ, ഇത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നാണോ? അതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി പറഞ്ഞതാണ്, പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ പറയുമ്പോ ഈ നിങ്ങളിലുള്ള വിശ്വസ്തത ആൾക്കാർക്ക് നഷ്ടപ്പെടല്ലേ? പക്ഷെ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് തന്നെ എന്താ പറയാ, ചെറിയ കണ്ണിന് കാഴ്ചക്കുറവൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഏത് കണ്ണിന്? 2 കണ്ണിന്? ഇടത്തെ കണ്ണിന്. വലിയതല്ല, ഷോർട്ട് സൈറ്റ് ഒരു കാഴ്ച. പിന്നെ ചെറിയ കാണാൻ പറ്റില്ല, അങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ട്. എല്ലാം നമ്മളങ്ങനെ തുറന്നു പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാം, മനസ്സിലായ? വേറെ ചില അസുഖങ്ങളുണ്ടാവും. അല്ല ഞാൻ എന്തെന്നല്ല പറഞ്ഞതൊന്നും പറയല്ല. ഒരാള് ക്യാൻസർ പറഞ്ഞ സ്ഥിതിക്ക് പനിയും ചുമ ജലദോഷം തലവേദന അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും, മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന ഒരു ഇതല്ലേ. അല്ല ഇതൊക്കെ വിളിച്ച് പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നേരിട്ടുള്ളതെന്ന് പറഞ്ഞത്. അതുപോലത്തെ ഒരു വലിയൊരു രോഗാവസ്ഥയെ പുള്ളി കളിയാക്കിയ പോലെ എനിക്ക് തോന്നിയത്. അതെ അതെ ശരിയാണ്. അത് പുള്ളിക്ക് ശിക്ഷ കിട്ടിയില്ലെന്ന് ഓർത്തുന്ന കണമുണ്ട് എനിക്ക്. ഇത്രയും പറഞ്ഞിട്ടും പുള്ളിനെ ആൾക്കാർ അത് വെറുതെ കോമഡി ആയി കളഞ്ഞു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ രേണുസുതിയായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? രേണുസുതിനെ പറ്റിയിട്ട് കുറെ കഴിഞ്ഞ വർഷത്തിലെ ഹൈലൈറ്റ് പോയിന്റുകളാണ് രേണുസുതി ആറാട്ടണ്ണൻ കോൺഫ്ലിക്റ്റ് ഇതൊക്കെ. രേണുസുതിയായിട്ട് എന്താണ് പറ്റിയത്? പുള്ളിക്കാർത്ത് ബിഗ് ബോസിൽ പോയപ്പോൾ നമ്മളെ മറന്നു. നല്ല വിഷമമുണ്ടല്ലോ അലിനെ. മറന്നു എന്ന് വെച്ചാൽ മിണ്ടി അത് ശേഷം വിളിച്ചപ്പോഴൊക്കെ എടുത്തു. പക്ഷെ ആ ഒരു എന്താ പറയുക, ഞാൻ ഇത്ര തുക തന്നാലേ വരുവുള്ളെന്ന ഒരു ടോക്കൊക്കെ. മുമ്പ് നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടോ? നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ ഷാഹിദ് പുത്തൻതാണി എന്ന ഡയറക്ടർ വഴിയാണ് പുള്ളിക്കാർത്തി വന്നത്. പക്ഷെ ഞാൻ അന്നും പുള്ളിക്കാർത്തി 1-2 വർക്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 19,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് ആൽബം എടുക്കാനായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ എൻ്റെ പേരൊന്നും വന്നില്ല അതിൽ. എന്ത് പറ്റി? പേര് പരാജയത്തിന് ഓരോരുത്തർ വർക്കുണ്ട്, കാശ് കൊടുത്ത പേര് പറഞ്ഞല്ലോ. പക്ഷെ ചില വർക്കുകൾ ഇടില്ല കേട്ടോ. പൈസ കൊടുത്തോന്ന് ചോദിക്കുന്നുണ്ട് നിമ്മ. പൈസ ഷാഹിദ് പുത്താനിക്ക് ഞാൻ കൊടുത്താണ്. 19,000 രൂപ ഞാൻ കൊടുത്തതാ ആൽബം വർക്കിന് വേണ്ടിട്ട്. ആൽബത്തിന് വേണ്ടി ഞാൻ കൊടുത്തതാ. പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ജയ്പിയുടെ ആദ്യരാത്രി, പിന്നെ രേണുസുതിയുടെ ഒരു ആൽബം, അങ്ങനെ. രേണുസുതി പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ കോണ്ടാക്ട് ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാതിരുന്നത് രേണുസുതി എന്തുകൊണ്ട് AGP അല്ലെങ്കിൽ അലീനെ വിളിച്ചില്ല? ചിലപ്പോൾ എന്താ പറയുക, ഏഷ്യാനെറ്റിലെ പോലത്തുള്ള ഷോയുടെ ഭാഗമായപ്പോൾ നമ്മളെ ഇനി എന്തിന് അലിൻ ജോസ് പെരേര എന്നൊരു ചോദ്യം പുള്ളിക്കാരത്തിനുള്ളിൽ വന്നിട്ടുണ്ടാവും. മനസ്സിലായോ? പക്ഷെ ആളും ഈ റീനു എങ്ങനെ ഫേമസ് ആയത് അഭിപ്രായങ്ങൾ കാണിച്ചിട്ട് തന്നെയാണ്. ഞാൻ ചോദിച്ചോട്ടെ, അതിനെപ്പറ്റി ഞാൻ പറയട്ടെ. ഈ ഇപ്പൊ കാണിക്കുന്ന ഷോർട്ട് ഫിലിം ആണെങ്കിലും ആൽബം ആണെങ്കിലും ഈ ടെക്നിക്കലായിട്ട് സിനിമ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ ചെയ്യുന്നത്? അല്ല, പുതിയ ആൾക്കാർ, ന്യൂകമേഴ്സ്. അപ്പോൾ എന്തുകൊണ്ട് എന്നെ അവഗണിക്കുന്നു പുള്ളി ഷോർട്ട് ഫിലിമിൽ വിളിച്ചപ്പോൾ? രേണുസുതിയോടാണ് ചോദ്യം. അപ്പോൾ നമുക്ക് വേറെ നായിക വന്നു, പമ്പ വന്നു. രേണു പോയ പമ്പ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു? പുള്ളിക്കാലത്ത് നല്ലൊരു പുതിയൊരു എന്താ പറയാ, ജീവിക്കാനൊരു ഊർജ്ജം എന്ന് പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്യാനൊരു എന്താ പറയാ ധൈര്യം. റീസെന്റ് ആയിട്ട് ഞാനൊരു ഇന്റർവ്യൂ കണ്ടു പമ്പയും അലീനായിട്ടുള്ളതില്. അതില് പമ്പ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് ആണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കമന്റ് വന്നിരിക്കുന്നത്
അലിൻ്റെ വട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് പമ്പ വന്നത് എന്നൊരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. ഒരെണ്ണമല്ല, കുറച്ചധികം കമൻറ്റുകൾ വന്നു. അതിൽ വല്ല സത്യം ഉണ്ടാവും? എല്ലാവർക്കും ഒരു ചെറിയൊരു വട്ടം ഉണ്ടാവുമല്ലോ. എനിക്ക് സിനിമയുള്ള വട്ട്. സിനിമയോടാണ് വട്ട് എന്ന് പറഞ്ഞാൽ സിനിമയിൽ എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ള വട്ടുണ്ട്. എന്തായി തീരണം? ഒരു ഇപ്പോൾ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആണല്ലോ. അതൊരു വെറുതെ ഒരു പദവിയല്ലേ. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ചെയ്തിട്ട് കിട്ടുന്നൊരു നമ്മുടെ മമ്മൂട്ടി, മോഹൻലാൽ, അല്ല നമുക്കൊരു ടോവിനോ, അല്ല അതും അല്ല, ഹരീഷ് കണാരൻ. ഓക്കെ, നമ്മൾ വലിയ ആൾക്കാരുടെ പേര് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഹരീഷ് കണാറിന്റെ ലെവലിലെങ്കിലും എത്തണം എന്നാണ് എൻ്റെ. അതിന് വേണ്ടിയിട്ട് എന്താണ് അലീൻ ഇത്ര നാളും ചെയ്തത്? അതിന് വേണ്ടിയിട്ട് ആ ലെവലിലേക്ക് എത്താനായിട്ട് നമ്മുടെ നാട്ടിലെ കൈവുള്ള പോലെ ഷോർട്ട് ഫിലിംസ് ചെയ്യാറുണ്ട്. അതിൽ നിന്ന് നല്ല നല്ല പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഓക്കെ. അപ്പം അന്ന് അത് കണ്ടിട്ടും മറ്റേ വിളിക്കാത്തൊരു സങ്കടമുണ്ട്, മനസ്സിലായോ? അങ്ങനെയുണ്ട്. പക്ഷേ പുതിയ പുതിയ സിനിമകളിൽ പലപ്പോഴും എൻ്റെ ഒരു യൂണിവേഴ്സിൻ്റെ ഇതുകളാണെന്ന് പറയുന്നുണ്ട് ആൾക്കാർ. എനിക്ക് ചാൻസ് തന്നാൽ പലർക്കും ബുദ്ധിമുട്ടായിട്ട് വരും അങ്ങനെ പറയാറുണ്ട്. പലർക്കും ബുദ്ധിമുട്ടായി വരുന്നു. അഭിലാഷ് ആട്ടയം ആണെങ്കിലും വിഷ്ണു കൊച്ചിക്കാരാണെങ്കിലും അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടല്ലോ. അവരൊന്നും എവിടെ എത്തിയിട്ടില്ലല്ലോ. പക്ഷെ അവർക്കൊക്കെ വിഷമാവുന്നവരാണ്. ഇപ്പൊ അലിനെ കഴിഞ്ഞിട്ടുള്ള അഭിലാഷ് ആയാലും വിഷ്ണു ആയാലും ഒക്കെ അലിന്റെ പേരിലാണ് അവർ ഫേമസ് ആയിട്ടിരിക്കുന്നത്. അല്ലാതെ വിഷ്ണു കൊച്ചിനെ ആർക്കെങ്കിലും അറിയോ? അഭിലാഷിനെ ആർക്കെങ്കിലും അറിയോ? അഭിലാഷിനെ ചിലപ്പോ ഈ ടി വിയിൽ വന്ന് പറഞ്ഞ കാരണം അറിയായിരിക്കാം. എന്നാലും അലിന്റെ കൂടെ നടന്നിട്ടല്ല അവർ ഫേമസ് ആയത്. അതെ. അപ്പൊ പിന്നെ എന്തിനാണ് അലിനെ അങ്ങനെ തോന്നാറുണ്ടോ? യൂസ് ചെയ്തെന്ന് തോന്നാറുണ്ട്. അല്ല, ഇതൊരു യൂണിവേഴ്സിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല നല്ല വർക്കുകൾ കിട്ടും. ഗേൾസ് ആണെങ്കിലും കൂടെ നിന്ന് വർക്ക് ചെയ്തതിന് ശേഷം ഇവനെ ഓരോന്നും പറയുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അറിയില്ല ഇഷ്യൂസ് ഒന്നും. ഇവൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. തൻ്റെ ഒപ്പം താനിപ്പോ ഇന്റർവ്യൂലായിട്ട് വർക്ക് ചെയ്യപ്പോ എന്തിനും ഇപ്പൊ വീട്ടിലേക്ക് വന്ന് വർക്ക് ചെയ്തല്ലോ എന്തെങ്കിലും. ഞാൻ ചോദിക്കാം, ഇപ്പൊ നിമ്മ അലിന്റെ വീട്ടിൽ പോയി വർക്ക് ചെയ്തു. അലിന്റെ ഫ്രണ്ടാണ്. അലിനെ ഇപ്പൊ എത്ര വർഷമായിട്ട് അറിയാം? 2-3 വർഷമായിട്ട്. 3 വർഷമായിട്ട് അറിയാം. അപ്പോൾ ഇത്രയും ഒരാളെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഒരു 6 മാസം സമയം വേണമെന്നാണ് പറയാം. ഇപ്പോൾ 3 വർഷമായിട്ട് അലിൻ്റെ കൂടെ ഒരുമിച്ച് നടക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. അലീനെ പറ്റി എന്താണ് നിമിക്ക് പറയാനുള്ളത്? എന്തെങ്കിലും മോശമായിട്ട് ഇതുവരെ നിമിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഫസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്, ആളായിട്ട് പരിചയമുണ്ട്. എന്നാൽ അത്ര സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഭയങ്കര പൊട്ടത്തരല്ലേ കാണിക്കണം, എന്തേ കാണിക്കണം, കൂടെ നടന്നാൽ എപ്പോഴും നെഗറ്റീവ് വരുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പേഴ്സണലി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭയങ്കര പഞ്ചപാവാണ്. ഇപ്പൊ ഈ അലിനെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളോടെയാണ്. കാരണം ഈ അലിനെ വെള്ളം വേണം. ഓക്കെ. പാവം ഞാൻ ഉദ്ദേശിക്കാൻ കാരണം അലിന്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ അലിനെ ഇടുന്ന കോമാളിത്തരം ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, അതൊരു വേറൊരാൾക്കൊരു സ്ട്രെസ് റിലീഫ് ആണെന്നുണ്ടെങ്കിൽ അത് ഇവന്റെ വിജയമല്ലേ? അല്ലെ? ഇപ്പൊ ഗൾഫിലുള്ള ഒരാളാണ് അല്ലെ, അയാള് ഒരു വെറുതെ ഒരു ഫ്രീ ടൈമിൽ ഫോൺ നോക്കിക്കൊണ്ടെങ്കിൽ ഇവന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ആ മുഖത്തൊരു പുഞ്ചിരി കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇവന്റെ വിജയമാണ്. ഓഫ്കോഴ്സ് ആണ്. ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. വീഡിയോസ് ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ട് ചെയ്യാം. ആസ് എ ഫ്രണ്ട് എന്നുള്ള നിലയിൽ എനിക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ആദ്യം കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയായിരുന്നു, ഇവൻ എന്താ പൊട്ടത്തരം കണ്ടിട്ട്. എനിക്ക് മനസ്സിലായി ആളിങ്ങനെയാണ്. ആള് മീഡിയയിലൊക്കെ വന്ന് അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. പക്ഷെ ആള് ഭയങ്കര പേഴ്സണലി നോക്കുകയാണെങ്കിൽ ഭയങ്കര പാവാണ്, ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളാണ്. കാശ് കൊടുത്ത് പറയിപ്പിക്കുന്നതാണോ? ഇപ്പൊ താഴെ ഒരു കമന്റ് ബോക്സിൽ ഫുള്ള് വരും കാശ് കൊടുത്ത് വർക്കിന്റെ പേയ്മെന്റ് അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഒരു 5 lakhs 10 lakhs ഓഫർ ആയിട്ട് പറയിപ്പിക്കുകയാണെങ്കിൽ അത് ഒരു നല്ലൊരു. അല്ല, എനിക്ക് പേഴ്സണലി ഭയങ്കര പാവമായിട്ടാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടാണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ വീടെത്തിയാലും ചിലപ്പോൾ ആള് രാത്രിയൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നത്, ഈ നാളെ ഷൂട്ട് ഉണ്ട് വരാൻ പറ്റുമോ, സോറി കേട്ടോ ഈ ടൈമിൽ മെസ്സേജ് അയച്ചാൽ അപ്പം തന്നെ പറയും സോറി. രാത്രി മെസ്സേജ് അയച്ചിട്ട് സോറി. അപ്പം എന്താ കുഴപ്പമില്ല, കൂട്ടുകാരല്ലേ, പിന്നെ എന്താ പ്രശ്നം? ആൾക്കൊരു പേടിയുണ്ട്. പേടിയുണ്ടോ? പിന്നെ നമ്മളിങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഓക്കെ ഇങ്ങനെ കൈയൊക്കെ വല്ല മൊത്തം ഇവിടെയൊക്കെ തട്ടിയാൽ സോറി ആൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പെമ്പിള്ളേരെ തന്നെ ആളെ പറ്റി വിവാദങ്ങൾ പറയുന്നതുകൊണ്ട് ആൾക്ക് ഭയങ്കര പേടിയാണ്. എന്തോരം അലിഗേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അതൊക്കെ തീർന്നോ? എന്തായിരുന്നു അതിന്റെ അവസ്ഥ? അലിഗേഷൻസ് എപ്പോഴും ഉണ്ടല്ലോ, പറയുന്ന കാര്യങ്ങൾ എന്താ പറയാ, തെളിയിക്കണം. ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതായത് തെളിവൊന്നും ഇല്ലാണ്ട് ആളെ പറ്റി പറയുന്നു. വർക്കിൽ വരുന്ന ആൾക്കാർ നാളെ വരെ പേരൊന്നും പറയുന്നില്ല, അവരൊക്കെ നമ്മളെ പറ്റി നെഗറ്റീവായിട്ടൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. കാരണം എന്ത് നെഗറ്റിവിറ്റിയാണ് അവരിട്ടേക്കുന്നത്? എന്താണ് പറയുന്നത്? പമ്പയായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ എന്നോട് അതേപോലെ വർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്.
പമ്പയായിട്ട് വർക്ക് ചെയ്യണ പോലെ എന്താ പമ്പയുടെ കൂടെ റീൽസ് കണ്ടിട്ടുണ്ടല്ലോ, റൊമാൻറ്റിക് ആയിട്ടുള്ള റീൽസ്. റൊമാൻറ്റിക് ആയിട്ട് ഓക്കെ ഫൈൻ. ആ ഒരു റീലിന് വേണ്ടി നമ്മള് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ആ റീല് കണ്ടു വേണമെങ്കിൽ പുള്ളിക്കാരത്തേക്കിനോട് വർക്ക് ചെയ്യാണ്ടിരിക്കാം. മനസ്സിലായ? ആ റീലായിട്ടല്ലേ ഉണ്ട് അല്ലേ? പക്ഷെ അതുപോലെ ഇപ്പൊ പമ്പയുടെ കൂടെ റീൽ ചെയ്ത പോലെ നിമ അലിന്റെ കൂടെ വർക്ക് ചെയ്യോ? അല്ല, റീല് ഒരു പ്രൊഫഷണൽ ആയിട്ട് നല്ല സെറ്റപ്പിൽ നല്ല ക്വാളിറ്റിയിൽ ഒരു ലവ് സോങ് ഇട്ട് തന്ന് നിങ്ങളെ കൊണ്ട് നിങ്ങളത് അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിമ ചെയ്യോ? അങ്ങനെ കുഴപ്പമില്ല, ഒരു സോങ് ഇട്ട് അഭിനയിക്കാം. പക്ഷെ ഇവന്റെ അഭിനയം കൂടി ഞാൻ പരിഗണിക്കണമല്ലോ. പരിഗണിക്കണം. അതെ, കാരണം ഇവൻ വന്നിട്ട് ചിലപ്പോ പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിമ പറയുന്നു അലിന്റെ അഭിനയം പോരാ, അല്ലെങ്കിൽ ബെറ്റർ ചെയ്യണം, ബെറ്റർമെന്റ് വേണം എന്ന് പറയുന്നു. പോരാന്ന് എനിക്ക് തോന്നിയത് റിസോർട്ട് ഷൂട്ടിലേക്ക് കൊണ്ടുപോയപ്പോഴാണ്. അവിടെ വന്നിട്ട് ആൾക്ക് പറയാൻ പറ്റുന്നില്ല, പ്രസന്റ് ചെയ്യാൻ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആണ്. എനിക്ക് മനസ്സിലായി ആക്ടിങ് ഒരു വശത്തോട്ടൊന്നും പോയിട്ടില്ല. ഇപ്പൊ എന്താ അവസ്ഥ ആക്ടിങ്? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബെറ്റർ ആയി വരുന്നുണ്ട്. ആള് റീക്രിയേഷൻ വീഡിയോസ് ആണ് കൂടുതലും ചെയ്യുന്നത്, കണ്ടിട്ടില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചെറിയൊരു ടാസ്ക് കൊടുക്കാം. നമ്മൾ നിമ താങ്കളുടെ കാമുകിയാണ്, താങ്കൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നിമയ്ക്ക് വൺ സൈഡ് ലവ് ആണ്. ഓക്കെ, അത് സേഫ് ആണല്ലോ. വൺ സൈഡ് ലവ് ആണ്. അലിന് ഭയങ്കര ഇഷ്ടമാണ് നിമേനെ. ആ ഇഷ്ടം പറയാറുണ്ട് എന്ത് ക്രഷ് ഉണ്ടെന്നൊക്കെ. ക്രഷ് ഉണ്ടോ? ആരാണ് ക്രഷ്? എക്സ്ക്ലൂസീവ് കിട്ടട്ടെ. ആരാണ് നമ്മുടെ അലിന്റെ ക്രഷ്? ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? പുള്ളിക്കാരത്തി നിമിന് ഇഷ്ടമാണോ? ആ രീതിയിലല്ല, ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ. ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ ക്രഷ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ബെസ്റ്റ് ഫ്രണ്ട് എന്നല്ല പറയാൻ പറ്റുള്ളൂ. ക്രഷ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരാളോട് മറ്റേ പേഴ്സണലി അവരുടെ ബിഹേവിയർ കൊണ്ട് ഇഷ്ടപ്പെടില്ല. ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? സങ്കല്പത്തിലെ പെൺകുട്ടീനെ കുറിച്ച് ചോദിച്ചാൽ പറയും നിമേനെ പോലത്തെ ഒരു പ്രണയം മണക്കുന്നുണ്ടല്ലോ. ഞാൻ എന്റെ അനിയനെ പോലെ കാണാം. അയ്യോ ഷോ കളഞ്ഞു. എന്താണ് അതിനിപ്പോ എന്താ? സച്ചിൻ ടെണ്ടുൽക്കർ കിട്ടിയതാരാ? ഒരു വയസ്സ് മൂത്തുപോലും കുഴപ്പമൊന്നുമില്ല. അല്ല. ഓക്കെ, നീമയുടെ സങ്കല്പം അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ക്രഷ് പറയണ കേട്ടില്ലേ, വേറെ ആൾക്കാരുടെ കൂടെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അലീൻ ചോദിക്കുകയാണ്, നാളെ തൊട്ട് നീ എന്റെ കൂടെ റീൽ എടുക്കാൻ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വിട് വെറുതെ. അലിന് ചെറുതായിട്ട് ഫീൽ ആയിട്ടോ? അത് ശരിയല്ല. അതെ, അലിന്റെ ക്രഷാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഇത് നേരത്തെ പറയണ്ടേ? ഞാൻ നല്ലൊരു ഇൻട്രോ കൊടുത്തു തന്നെ. അലിന്റെ ക്രഷിനെയാണ് നമുക്ക് ഗൈസ് എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോ പക്ഷെ കുറെ ആളായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാണ് വർക്കിനൊക്കെ. ഇപ്പോഴാണ് ഞാനൊന്ന് സെറ്റായി വന്നാട്ടോ. നേരത്തെ ഒന്നും ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കൂലായിരുന്നു. അതെന്ത് പറ്റി മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോസ് കണ്ടിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഓക്കെ, അലിന്റെ സങ്കല്പത്തെ കുട്ടി നിമയാണെന്ന് പറഞ്ഞു. നിമയിലെ അല്ലെങ്കിൽ ആ സങ്കല്പത്തിലെ കുട്ടീനെ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ്? അങ്ങനെയല്ല, സങ്കല്പത്തിലെ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിക്കുന്ന കുട്ടി നിമേനെ പോലത്തെ ഒരു ഗ്ലാമറും ആ ഒരു ലുക്കും ആ ഒരു എന്താ പറയാ ആ ഒരു ഫിഗർ ഫിഗർ ക്യാമറ മുമ്പിൽ നടിക്കാണ് നീ. ഓക്കെ, നിമയിൽ കണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? നല്ല അഭിനയമുണ്ട്, നോക്കാം. പിന്നെ നല്ല മുടിയുണ്ട്. ഓക്കെ, ഗുഡ് ഡ്രസ്സിങ് ഗുഡാണ്. കൊള്ളാം, കുഴപ്പമില്ല. ചില ആൾക്കാർ ഇപ്പൊ കൊച്ചിയിലെ ഗേൾസില് 3 ആയിട്ടുള്ളൂ. അതിനെപ്പറ്റി പറയാം, പോയിന്റ് ആയിട്ടല്ല, ഒരു കഥ പോലെ പറയാം. കൊച്ചിയിലെ ഗേൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് അടക്കവും ചിട്ടയില്ലാത്ത ഗേൾസാണ് കൊച്ചിയിൽ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ. കാരണം എനിക്ക് നടക്കുമ്പോൾ പോലും എന്നെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ചില ആൾക്കാരുടെ എന്നെ പോലെ അല്ല, ഒരുപാട് ബോയ്സ് അട്രാക്ട് ചെയ്യുന്ന അങ്ങനെ പറഞ്ഞു. ഓക്കെ, കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് കംഫോർട്ടബിൾ അല്ലാത്ത രീതിയിൽ നടക്കേണ്ടി വരും ചില സമയത്ത്. മറ്റേ യൂബറിൽ എപ്പോഴും യാത്ര ചെയ്യാൻ പറ്റില്ല, ചില സമയത്ത് മെട്രോയിൽ കയറേണ്ടി വരില്ല, പെട്രോളിൽ കയറണ്ടേ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചിലപ്പോ ചില ആൾക്കാർ എന്താ പറയാ, നമ്മൾ അടുത്തേക്ക് വന്നിട്ട് ദേഹത്തിട്ട് ടച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ചില ആൾക്കാർ? സ്ത്രീകളാണോ? സ്ത്രീകൾ. നമ്മള് ഞാനായിട്ട് ചില ആൾക്കാര് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി മുട്ടാൻ നോക്കും. നമ്മൾ ആ ടൈപ്പ് അല്ല. അതായത് അലീന ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ അലീനെ മറ്റുള്ള സ്ത്രീകൾ വന്ന് മുട്ടുന്നു, ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് പോവുക. എന്തിനാണോ? വെറുതെ കിട്ടുമൊക്കെയായിരിക്കും ഇത് ട്രൈ. എന്റെ പടച്ചോരെ, നമ്മളെന്ത് കാണുന്നത്? ഓക്കെ, എന്നിട്ട്
ഇങ്ങനെ നിക്കണെങ്കിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇടിച്ചിട്ട് പോവും. പോവും. അതായത് നമ്മുടെ ലൂസിഫറിൽ നമ്മുടെ പറയുന്നുണ്ടല്ലോ തോണ്ട് ഇങ്ങനെ ഒരു തട്ട് ഒരു തള്ള്, അതുപോലെയാണോ? അതുപോലെയാണോ? എന്ത് ചെയ്യും? നമ്മളിപ്പോ ലേഡി ആയതുകൊണ്ട് നമ്മള് കുറച്ച് ഒതുങ്ങി പോകുക എന്നുള്ളതല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പുരുഷനാണെങ്കിൽ എന്താണ് നീ ചെയ്യുന്നത് അത് ചോദിച്ചേനെ. പക്ഷെ ലേഡി ആയതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഇതായതുകൊണ്ടേ അപ്പൊ തന്നെ കേസ് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ല. ഇപ്പോഴാണെങ്കിൽ ബസ്സിൽ വേറൊരു പരിപാടി ഉണ്ട് പുതിയതായിട്ട്, പേര് പറയുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ബസ്സിൽ ഒരു അപ്പൂപ്പനായിട്ട് ഇങ്ങനെ ലൈവ് എടുത്തിട്ട് ഇങ്ങനെ ഇതിങ്ങനെയൊക്കെ ഒരു നോക്കിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. ചേട്ടൻ കൊച്ചിനെ അറിയാൻ പറ്റില്ലെന്ന് അറിയില്ല. ഓക്കെ, അറിയാം. ഏകദേശം അറിയാമായിരിക്കും. അപ്പോ അതിനുശേഷം ഒരുപാട് പേര് അങ്ങനെ വൈറലാകാൻ നോക്കുന്നുണ്ട്. അതായത് സ്വയം വൈറലാവാൻ വേണ്ടിയിട്ട് അവര് ക്രിയേറ്റ് ചെയ്യുന്നു. ചേട്ടൻ അറിയാം. അല്ല, അത് സത്യമാണോ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അറിയാൻ പറ്റില്ല, എന്നാലും ഞാൻ പറയുന്നത് നമ്മൾ പല വീഡിയോസിലും ബസ്സിലിരുന്നും ട്രെയിനിലിരുന്നും മാസ്റ്റർബേറ്റ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ലൈവ് കൊച്ചിനോട് എന്നോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടോ ഒരു ദിവസം? ആ കൊച്ച് ആരാണ്? ചേട്ടാ അറിയാ കൊച്ചിന്? അല്ല, എനിക്കറിയാം. ആരാണത്? പക്ഷെ അത് പ്രാങ്ക് ആയിരുന്നു. പക്ഷെ പ്രാങ്ക് ആയിരുന്നു. പിന്നെ പറഞ്ഞേ ക്യാമറയിൽ മൈക്കിൽ കിട്ടിയിട്ടുണ്ട്, കുറച്ച് അപ്പ് ചെയ്താൽ മതി, പേര് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ പ്രാങ്ക് ആയിട്ടല്ലേ നമ്മൾ കണക്കാക്കുള്ളൂ. അത് ശരിക്കുള്ള ഇഷ്ടം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല, അങ്ങനെ പോലും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരാളുടെ ഇഷ്ടമല്ലെങ്കിൽ ഒരു പ്രാങ്ക് രൂപത്തിലും എനിക്ക് ഇല്ല. ഒന്ന് രണ്ട് ഒരു ടൂ സൈഡ് ലവ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് തേച്ചിട്ടുണ്ട് ആൾക്കാർ. ലവ് സ്റ്റോറി ഇത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എക്സ്ക്ലൂസീവ്. കീർത്തി എന്നത്തെ പെണ്ണിന്റെ പേര് തീർത്ത. ഓക്കെ, തീർത്ത എന്നാണ് കുട്ടിയുടെ പേര്. തീർത്ഥല്ല, കീർത്തി. കീർത്തി തീർത്താന്നല്ല നേരത്തെ പറഞ്ഞേ. നീ എന്താ പേര് മാറ്റി പറഞ്ഞേ? എന്താ പേര്? ഓക്കെ, ഒരു പെൺകുട്ടി, ഒരു ടൂ സൈഡ് ലവ് ആണ്. അലീനും ഇഷ്ടമായിരുന്നു, അപ്പുറത്തുള്ള കുട്ടിക്ക് ഇഷ്ടമായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്? എങ്ങനെയായിരുന്നു ആ പ്രണയം? എന്തുകൊണ്ടാണ്? ഹോട്ടലിന്റെ വെളിയിൽ. ഏതോ ഹോട്ടലിന്റെ വെളിയിൽ. ഓക്കെ, ഹോട്ടലിന്റെ വെളിയിൽ വിളിച്ചു വരുത്തി, കണ്ടു, പ്രപ്പോസ് ചെയ്തു. ആര് പ്രപ്പോസ് ചെയ്തു? പെണ്ണെന്നെ പ്രപ്പോസ് ചെയ്തു. ഓക്കെ, തീർത്ത അല്ലെങ്കിൽ കീർത്തി പ്രപ്പോസ് ചെയ്തു. ഓക്കെ, പ്രപ്പോസ് ചെയ്തപ്പോ എനിക്ക് പയമ്പൂരൊക്കെ വാങ്ങിച്ചു തന്നു ഹോട്ടലിൽ. എപ്പോഴാണ് നടന്നത്? എത്ര കൊല്ലം മുമ്പായിരുന്നു? 6-8 മാസമായി. 2025 ഫ്രഷ് കണ്ടന്റ്. ഓക്കെ, അതെ, പഴംപൊരി എക്സ്ക്ലൂസീവ് പഴംപൊരി കൊടുത്തു. അവള് കൊടുത്തു. ഓക്കെ, ഇല്ലാത്തോണ്ടല്ല, പക്ഷെ അവൾ കൊടുത്തു. ആരെ എന്ത് പറഞ്ഞു? എങ്ങനെ പറഞ്ഞു? നമ്മുടെ നിമയുണ്ട്. നിമ ഇപ്പൊ കുറച്ചു നേരത്തേക്ക് അലീനാവാ, അലീൻ കുറച്ചു നേരത്തേക്ക് തീർത്ത അല്ലെങ്കിൽ കീർത്തി ആവട്ടെ. പറയൂ, എന്താണ്? ആ പഴംപൊരി കയ്യിൽ പിടിച്ചോ? പഴംപൊരി കയ്യിൽ കിട്ടി. ഓക്കെ, പറയൂ, എങ്ങനെയാണ്, എന്താണ് ഉണ്ടായത്? അഭിനയിച്ച് കാണിച്ചു തരൂ. അഭിനയിച്ച് കാണിച്ചു തരൂ. ഉള്ളിന്ന് വരട്ടെ. എനിക്ക് ഇഷ്ടമാണ്. അത്രേ പറഞ്ഞുള്ളൂ? അത്രേ പറഞ്ഞുള്ളൂ? എന്റെ കൈ പിടിച്ചു. കൈന്ന് പിടിച്ചേ? കൈ പിടിക്കി. ഫ്രണ്ട് അല്ലേ? എന്നിട്ട് ഞാൻ കാണിച്ചത്, എന്റെ കാണിച്ചത് ഇങ്ങനെ പിടിച്ചു, ഫോട്ടോ എടുത്തു. എന്നിട്ട് ഇൻസ്റ്റയിൽ സ്റ്റോറിടാൻ പറഞ്ഞു. ഇട്ടോ? ഞാൻ ഒരു ഇത്തിരി മണ്ടത്തരം ഉണ്ടായതുകൊണ്ട് ഇട്ടുപോയി. മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ചെയ്തില്ല. എന്നിട്ട് എന്തുണ്ടായി? അത് മില്യൺസ് ഓഫ് ആൾക്കാർ കാണും, സ്വാഭാവികം. എന്നിട്ടത് പിന്നെ അത് പിറ്റേ ദിവസം വേറെ ഇതില് പിറ്റേ ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അത് തേച്ചു. ആര് തേച്ചു? കീർത്തി. എന്ത് പറ്റി? എന്തുകൊണ്ട് കീർത്തി? ആദ്യം കാണാൻ വന്നപ്പോ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ ബ്രദറാന്നാ പറഞ്ഞു എന്നോട്. ലൈനാന്ന അവസാനം അറിഞ്ഞു. അപ്പോ എനിക്ക് തോന്നുന്നു അവിടെയും അലീനെ പ്രാങ്ക് ചെയ്തതാണോ കീർത്തി? അതൊരിക്കലും വീഡിയോയിൽ വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അവള് പേഴ്സണലി വിളിച്ചു വരുത്തി അപമാനിച്ചു. എങ്ങനെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ ഒരാള് ഇപ്പൊ ചേട്ടൻ ഒരാള് വന്നിട്ട്, ചേട്ടൻ മാരീഡ് ആണോ? അത് അവിടെ കേട്ടെ, ഞാൻ മാരീഡ് ആണ്. ഞാൻ മാരീഡ് ആണ്, എനിക്ക് ചെറിയൊരു കുട്ടിയുണ്ട്. ഇനി വേറെന്താ അറിയണ്ടേ? പറയൂ. അപ്പൊ അങ്ങനെ അപമാനിച്ചു. കല്യാണം കഴിക്കണം. നീ ഒന്ന് യെസ് മൂളി കഴിഞ്ഞാൽ ഇപ്പൊ കല്യാണം കഴിക്കാൻ റെഡിയാണ്. ബോയ്ഫ്രണ്ട് ഉണ്ടോ? ഷോ, വീണ്ടും പോയി. ഒയ്യോ. അപ്പൊ നമുക്ക് വേറൊരു പെൺകുട്ടീനെ കാണാം. എന്താണ് സ്വഭാവം? സ്വഭാവം
പറഞ്ഞു. ഇപ്പോൾ 3 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. 3 പോയിന്റ്. മുടി വേണം, നീമയുടെ പോലത്തെ മുടി വേണം, നീമയുടെ പോലത്തെ ഡ്രസ്സിങ്, നീമയുടെ പോലത്തെ കൊച്ചിയെ പോലത്തെ മറ്റേ ഫാഷനബിൾ അൺകംഫർട്ട്. കൊച്ചിക്കാരിയാ. എന്നിട്ട് എന്താ ഇത്ര കംഫർട്ടബിൾ അല്ലാത്ത ഡ്രസ്സ് ഇട്ട് വന്നേക്കണേ? ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇടാറില്ല കൂടുതൽ. ഓക്കെ, പിന്നെന്താ നീമയുടെ അത്രയും ഭംഗി വേണം. പിന്നെന്താ വേണം? പിന്നെന്തൊക്കെ വേണം? ടാലന്റ്. എന്ത് ടാലന്റ്? അഭിനയിക്കാനാണോ? അഭിനയം. ഓക്കെ, 4 കാര്യമായി. പിന്നെന്താ വേണ്ടേ? പിന്നെ ഉള്ളിലൊരു സ്നേഹിക്കാനുള്ള മനസ്സ്. സ്നേഹിക്കാനുള്ളൊരു മനസ്സ്. ഓക്കെ, അതാ കിട്ടാത്തത്. അതിന് ബാക്കി സൗന്ദര്യമുള്ളതും എല്ലാം കിട്ടും, പക്ഷെ സ്നേഹിക്കാനുള്ള മനസ്സ് കിട്ടുന്നില്ല. അല്ല, സ്നേഹം പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു സാധനമാണ് സ്നേഹം, മനസ്സ്, സമാധാനം. ഈ 3 കിട്ടില്ല. വളരെ ശരിയാണ്. വളരെ അർത്ഥവത്തമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അലീന, അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തു. ചില കുട്ടികൾ നമ്മൾ മറ്റേ ഈ ഹോസ്റ്റലിൽ വിളിക്കാറുണ്ട്. ഹോസ്റ്റലിൽ നിന്ന് രാത്രി വിളിക്കാറുണ്ട്. ഓക്കെ, അത് കേൾക്കുമ്പോൾ സങ്കടം വരും. എന്തിനാ വിളിക്കുന്നത്? മറ്റേ പ്രപ്പോസ് ചെയ്ത് വിളിക്കാറുണ്ട്. അതിന് സങ്കടം പറഞ്ഞേ? സ്നേഹിക്കാൻ മനസ്സിലാക്കാൻ വിളിക്കാന്ന് തോന്നുമല്ല, കൂട്ടുകൊണ്ട് വിളിക്കാനല്ലേ. ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ കാണുന്ന ആളുകൾ ഇനിയെങ്കിലും ആളെ കളിപ്പിക്കാൻ വിളിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇഷ്ടം തുറന്നു പറയാം. കാരണം അത് ഇമോഷണൽ ആയതുണ്ടോ, ഒരു പെണ്ണില്ലാത്ത സങ്കടം. സങ്കടം എന്ന് പറയാനൊന്നുമില്ല. 25 വയസ്സാവുള്ളൂ. അത് ഓർക്കുമ്പോ അത് സീരിയസ് ആയിട്ട് അതിനെപ്പറ്റി ആലോചിക്കുമ്പോ അത് ഇല്ലാത്ത നല്ലതെന്ന് ചിന്തിക്കും. അല്ല, എനിക്ക് തോന്നുന്നു ഈ അലിൻ്റെയും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ആ ഉള്ളിലൊരു കഴിവുണ്ട്, ആൾക്ക് കുറച്ച് ബോധമൊക്കെ ഉണ്ട്. ബോധമൊന്നും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു പോയിന്റാണ് പറഞ്ഞത്, പൈസ കൊടുത്ത് എല്ലാം കെടുത്തില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ മണ്ടത്തരങ്ങൾ മാറ്റി അലീൻ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് മാറുന്നുണ്ട്. ഇപ്പൊ ഇനിയിപ്പോ ഫോട്ടോഗ്രാഫിയിലൊക്കെ കിടക്കുന്നുണ്ട് ബിസിനസ്. വെഡിങ് ഫോട്ടോഗ്രാഫി ബിസിനസ്. ഇനി വളരാണ്. നമ്മൾ ഒറ്റക്കല്ല ചെയ്യുന്ന, ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വെച്ചിട്ട് ചെയ്യാണ്. നമ്മുടെ ക്യാമറമാൻ കൂടി ഉണ്ട്, ആളൊന്ന് കോൺടാക്ട് നമ്പർ വിളിക്കാം. ഇപ്പൊ തൽക്കാലം കൂടുതലുള്ള ആൾക്കാരുണ്ട്. ആശിഷ്, ആദർശ്, ഷാഹിദ്, അങ്ങനെ കുറച്ച് ടീമുണ്ട്. അവരൊക്കെ വർക്ക് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി വെഡിങ് ഇനോഗ്രേഷൻ അല്ലെങ്കിൽ വെഡിങ്ങിന് പോയി ഫോട്ടോയും കൂടി എടുക്കാന്നുള്ള ഒരു പരിപാടിയാണ്. ഞാനല്ല, എന്റെ ടീം. എനിക്ക് ആ ഒരു പ്രൊഫഷനോട് താല്പര്യമുണ്ട്, പക്ഷെ എന്തായാലും ക്യാമറ ടെക്നിക്കായിട്ട് വലുതായിട്ട് അറിയില്ല. അതുകൊണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ആ ഒരു വർക്ക് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതായത് മെയിൻ്റെനൻസ് മൊത്തം മാനേജർ പോസ്റ്റ് ആ ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. അതെ, അത് വലിയൊരു കഴിവ് തന്നെയാണ്. അല്ലെങ്കിൽ അത് എപ്പോഴേ അടച്ചുപൂട്ടുന്നു നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും കളിയാക്കിയതല്ല, ഒരു മാനേജർ ഇല്ലെങ്കിൽ ഏതൊരു സ്ഥാപനമായാലും മാനേജറുടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ആ മാനേജിങ് നല്ല രീതിയിൽ നടക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഇനി കുറെ കുട്ടികൾ ഇനി ശരിക്കും ഒരു സ്നേഹം തരാനായിട്ട്. തമാശ പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞത്. തമാശ പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞു. പണ്ടത്തെ പോലെ അല്ല, ചെറിയ കാര്യം അപ്പൊ തന്നെ സങ്കടം വരും, ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. പക്ഷെ അലീന, ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, ക്രിക്കറ്റ് ബാറ്റ് പിടിച്ചിട്ട് ആൾക്കാരെ തല്ലാൻ പോകുന്നത്. ഇമോഷൻ വന്നതാണോ അത്? പരത്തെറിയായിരുന്നു വിളിക്കട്ടെ, ബീപ്പ് ഇട്ടിട്ട് വരിക അവിടെ വിളിച്ചു കഴിഞ്ഞാൽ. അതെന്തിനായിരുന്നു? അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയതാ. അതായത് അലീനെ ക്രിക്കറ്റ് കളിക്കാനല്ല, എനിക്ക് ബേസിക്കലി ക്രിക്കറ്റ് അറിയില്ല, പറയാമല്ലോ. പിന്നെ പറയണല്ലോ. അപ്പോൾ നമ്മളൊരു പ്രാക്ടീസിന് വേണ്ടി പോയതാ. ഞാൻ പറഞ്ഞായിരുന്നു ഷൂട്ട് ചെയ്യണത് ഇപ്പൊ ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞതാ മാന്യമായിട്ട്. അവരത് അപ്ലോഡ് ചെയ്തു അപ്പൊ തന്നെ. എന്തുകൊണ്ടാ പറഞ്ഞിട്ട് പിന്നെ അവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാമല്ലോ. കേസ് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന കൂടെയുള്ളവർ തന്നെയാണ്. പിന്നെ നമ്മളതിനെ പറ്റി ബോധറില്ലല്ലോ, കാരണം എനിക്ക് ക്രിക്കറ്റിനോട് അടുത്ത സച്ചിൻ ടെണ്ടുൽക്കർ ആവണമെന്നൊന്നുമില്ലല്ലേ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അലിന്റെ കൂടെയുള്ള ആൾക്കാർ തന്നെയാണ്. ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ കൂട്ടുകാരൻ സന്തോഷ് വർക്കി നല്ല പ്ലെയർ ആയിട്ട് അത് കളിക്കുകയുണ്ടായി. പക്ഷെ അത് കണ്ടിട്ട് ആരെങ്കിലും ഇന്ത്യൻ ടീമിലേക്ക് എടുക്കുക പുള്ളിനെ ചോദിക്കാം, പുള്ളി ഫീൽഡ് ഇന്ന എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടു. പുള്ളി ഭയങ്കരമായിട്ട് ക്രിക്കറ്റ് അയ്യോ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞു. ഒരു ക്രിക്കറ്റ് ടീം പുള്ളിനെ വിളിച്ചിട്ട് ക്രിക്കറ്റ് കളിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ കൈ കൊടുക്കാം. സന്തോഷ് വർക്കിയോടാണ് ഒരു ടീമിന്റെ കൂടെ ക്രിക്കറ്റ് കളിച്ച്, ഒരു ഇന്ത്യൻ ടീമിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു ലോക്കൽ ടീമിന്റെ കൂടെ ക്രിക്കറ്റ് കളിച്ചിട്ട് അതൊന്നും ജയിക്കുകയാണെങ്കിൽ അത് പുത്രികണ്ഠ മൈതാനത്തെങ്കിലും കളിക്കണം. അല്ല നമുക്കൊരു ചെറിയ ചെറിയ ടീമാണെങ്കിൽ ഏതൊരു പടത്തിൽ കാണിക്കണ്ടായില്ല, ക്രിക്കറ്റിനെ പറ്റിയൊക്കെ കാണിക്കണ്ടായില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതവിടെ നിൽക്കട്ടെ, അലീനെ ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ല. എനിക്കറിയില്ല. അപ്പോൾ അറിയാത്ത കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോയി എന്ന് അലീൻ പറയുന്നു. അപ്പോൾ അവിടെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കളിയാക്കാം, കൈയടിക്കാം, കൂവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് ഫസ്റ്റ് തന്നെ പോയി എൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ട് മറ്റേ ഇപ്പം എനിക്ക് അത് പേസ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ
നമ്മൾ ബാറ്റ് എടുത്ത് വീശിയതാ പെട്ടെന്ന്. പക്ഷെ അത് ഭയങ്കര മോശമായിട്ടുള്ളത്, അസഭ്യം പറയാ, തെറി വിളിക്കുക. പക്ഷെ അത് പേഴ്സണലി എന്തെങ്കിലും ബാറ്റ് കൊണ്ട് ആർക്കെയും ദ്രോഹം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്തം പറയേണ്ടി വന്നാണ്. പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മൾ ട്രീറ്റ് ചെയ്താന്, ട്രീറ്റ്മെന്റ് കൊടുത്താൽ അവർക്ക് അത്രേ ഉള്ളൂ. എത്ര സ്ഥലത്തുനിന്ന് ഇടി കിട്ടാണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് ഇപ്പൊ ഒരു ഇടി കിട്ടി. പക്ഷേ അതെന്നെ വിളിച്ച് പറഞ്ഞതാട്ടോ. എനിക്ക് സത്യമാണോ സത്യമാണ്. അപ്പൊ എന്താണ് ആ സ്റ്റോറി? എക്സ്ക്ലൂസീവ് ആണ്. സ്റ്റോറി എന്ന് പറഞ്ഞാല് ആള് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയി. ഏത് ഹോട്ടല്? ഇഫ്താർ എന്ന് പറഞ്ഞ പേരിലല്ലോ ആലുവ അടുത്തൊരു ആലുവ ഇഫ്താറില് ഫുഡ് കഴിക്കാൻ പോയി. അപ്പൊ ഇഫ്താറിനൊരു പ്രമോഷൻ ആയിരിക്കല്ലേ അലിന്റെ വക. ഓക്കെ, അപ്പോ തൊട്ട് ഓപ്പോസിറ്റ് വേറൊരു ഫാമിലി ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആളെ കണ്ട ഉടനെ സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ ആണല്ലോ, ആളുടെ ഫോട്ടോ എടുത്തു. എടുക്കാൻ വന്നു. അപ്പൊ തന്നെ ആള് റിയാക്ട് ചെയ്തപ്പോ എല്ലാരും കൂടി പിടിച്ചിടിച്ചു എന്നാണ് പറഞ്ഞത്. ഇത് ഹോട്ടലിനുള്ളിൽ വെച്ചിട്ടോ? അല്ല, പുറത്ത് വെച്ചിട്ട്. അവരെയും ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. ഒരാൾ വന്ന് ഫോട്ടോ എടുക്കാൻ ചോദിച്ചു. നോ എന്ന് പറഞ്ഞു. പിന്നെ എടുക്കാന്ന് ഞാൻ എന്തോ പറഞ്ഞു. എടുക്കില്ലെന്നല്ല, കഴിച്ചു കേട്ടെന്ന് എന്നെ പറഞ്ഞു. അപ്പോൾ അലിന്റെ ആ ഒരു ബിഹേവിയറിൽ എന്തെങ്കിലും മോശമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റൂഡായിട്ട് പെരുമാറിയത് കൊണ്ടാണോ അവർ പറഞ്ഞത്? എന്തിനത് പറയാൻ പോയി? പറ്റില്ല. അത് പറയാൻ അലീന ആരെങ്കിലും ആണോ? അലീൻ അത്രയ്ക്കും വളർന്നിട്ടുണ്ടോ? വളർന്നില്ലേ, നമ്മളെ കഴിച്ചിട്ടിരിക്കുകയല്ലേ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ചൂടായി. അതിന് നമ്മള് സൗമ്യമായിട്ട് സംസാരിക്കും. ടൂൺ മാറും ചില സമയത്ത്. എന്താ വെള്ളടിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, രാത്രി ആകുമ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലതായിട്ട് നമുക്ക് കൺട്രോൾ പോകും. ഭക്ഷണം കഴിക്കുമ്പോ കിക്കാവോ തന്നെ? അങ്ങനെയല്ല, അല്ല അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഞാൻ തമാശ പറയല്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് നമുക്കൊരു അത്ര ഇല്ല. എവിടെയായിരുന്നു ഇത്ര നാള്? കുറെ കഥകൾ വരുന്നുണ്ട്. എത്ര പൊറോട്ട? 6 പൊറോട്ട 7 പൊറോട്ട. ഇല്ല 2 ബീഫ് റോസ്റ്റ് കഴിച്ചു. അപ്പൊ 2 വെറുതെ ഇപ്പൊ മനസ്സിലായില്ലേ ആ വയറിന്റെ രഹസ്യം? കൺട്രോൾ ചെയ്യാനുണ്ട്. നീ ഇപ്പൊ കൺട്രോൾ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നമ്മുടെ മറ്റേ സ്റ്റോറിയിലേക്ക് വരട്ടെ. കളിയാക്കല്ലേ, നീ എന്റെ ക്രഷാണ്. പിന്നെ കഴിക്കാറുണ്ടല്ലോ ഭക്ഷണം. എന്താ വടക്കൊക്കെ നോക്കണേ?